കഠിനമായത്, ബുദ്ധിമുട്ടുള്ളത്, ദ ഫൈനൽ എന്നൊക്കെയാണ് കേട്ടോ, അവസാനം. ഇതാണ് കട്ടു എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഉപനിഷത്ത് എന്നുള്ള വാക്കിന് 3 അർത്ഥങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ഉപ നീ ഷത്ത്. എന്താണ് ഉപ നീ ഷത്ത്? 3 വാക്ക്. ഉപ നീ ഷത്ത്. ഉപ എന്ന് പറഞ്ഞാല് അറിവിനോട് അടുത്തിരിക്കുക മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടല്ല. എൻ്റെ മടിയിലോട്ട് കയറിയിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉപ മീൻസ് വാട്ട്? മനസ്സുകൊണ്ട് അറിവിനോട് അടുത്തിരിക്കുക. നീ എന്ന് പറഞ്ഞാല് മനസ്സിനെ വിനയത്തോടെ താഴ്മയായിട്ട് വെക്കുക. ഷത്ത് എന്ന് പറഞ്ഞാല് മനസ്സിനെ ശാന്തമാക്കി സൈലന്റ് ആക്കി വെക്കുക. അപ്പൊ മൊബൈൽ ഫോൺ സൈലന്റ് ആവുന്നതോടുകൂടി മനസ്സും ശാന്തമായിരിക്കട്ടെ. എല്ലാം ശാന്തതയിലൂടെയാണ് സംഭവിക്കുന്നത്. എല്ലാ നല്ല കാര്യങ്ങളും, എല്ലാ മോശം കാര്യങ്ങളാണ് ബഹളത്തില് സംഭവിക്കുക. അല്ലേ? കറക്റ്റ് അല്ലേ? ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞ് കരയുക? ക്വാ 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 എന്നാണ്. ക്വാ ക്വാ ക്വാ. എങ്ങനെയാണ് കുഞ്ഞ് കരയുക? ക്വാ എന്നുള്ള ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. എന്താണ് ക്വാ എന്ന് പറയുന്നത്? ഒരു സംസ്കൃത വാക്കാണ്. ക്വാ എന്നുള്ള വാക്കിന്റെ അർത്ഥം സുഖം എവിടെ എന്നാണ്. എന്താണ് സുഖം എവിടെ? അപ്പൊ 9 മാസം അമ്മയുടെ ഗർഭാശയത്തിൽ നല്ല സുഖമായിട്ട് ജീവിച്ച കുഞ്ഞ് പെട്ടെന്ന് പുറത്തേക്ക് വന്നിട്ട് ആ സുഖം നഷ്ടപ്പെടുകയാണ് കുഞ്ഞിനെ. ആ സുഖം നഷ്ടപ്പെട്ടപ്പോ കുഞ്ഞ് കരയാൻ തുടങ്ങി. എന്തെന്ന് പറഞ്ഞിട്ട്? ക്വാ ക്വാ ക്വാ. എവിടെ സുഖോടെ സുഖോടെ? ലോകത്തുള്ള മുഴുവൻ കുഞ്ഞുങ്ങളും കരയുന്നത് സംസ്കൃതത്തിലാട്ടോ. എല്ലാ രാജ്യങ്ങളിലും, ഫ്രഞ്ച് ആണെങ്കിലും ശരി, എന്താണ് സ്പാനിഷ് ആണെങ്കിലും ശരി, അറബിക് ആണെങ്കിലും ശരി, ഒറ്റ ലാംഗ്വേജിലാ കുട്ടി കരയണം. എന്താണ്? സാൻസ്ക്രിറ്റ്. ക്വാ ക്വാ ക്വാ. സുഖോടെ സുഖോടെ. അന്ന് തുടങ്ങിയ കരച്ചില് ഇപ്പോഴും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. എന്താണ്? കരയുന്നില്ല എന്ന് മാത്രം, പക്ഷെ ഒറ്റ ചോദ്യത്തിലാണ്. എന്താണ്? സുഖോടെ സുഖോടെ. നമ്മളുടെ ജീവിതം മുഴുവനും സുഖത്തിന്റെ പിന്നാലെ അല്ലേ? അല്ലെ? കറക്റ്റ് അല്ലേ? ആണോ? അല്ലേ? ഇന്നിപ്പോ പലർക്കും ഇവിടുന്ന് കഠോപനിഷത്തിന് വരണം എന്ന് ആഗ്രഹം ഉണ്ടാവും. മഴ നനഞ്ഞ എന്ത് പോകും? സുഖം പോകും. മഴ നനഞ്ഞ ഒരിത്തിരി സുഖം പോകുമല്ലോ. സുഖം കളയണം നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ടത്? സുഖം വേണം. സുഖത്തിന്റെ പിന്നാലെ പോയി ജീവിതം നശിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മളില് ഭൂരിപക്ഷം ആൾക്കാരും. കറക്റ്റ് അല്ലേ? സത്യല്ലേ? സുഖത്തിന്റെ പിന്നാലെ പോവും. നമ്മുടെ മനസ്സും ശരീരവും 2 രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ശരീരത്തിന് ആക്ടിവിറ്റി, പ്രവർത്തനം ആവശ്യമാണ്. മൈൻഡിന് റെസ്റ്റ്, വിശ്രമം ആവശ്യമാണ്. ശ്രദ്ധിക്കണം. അപ്പൊ ബോഡി ടു ഫങ്ഷൻ വെൽ, ബോഡി നീഡ്സ് ആക്ടിവിറ്റി. ഞാൻ വാതിലടച്ചോളൂ, കുഴപ്പമില്ല, ചേച്ചി അവിടെ ഇരുന്നോട്ടെ. സോ ബോഡി നീഡ്സ് വാട്ട്? ബോഡി നീഡ്സ് ആക്ടിവിറ്റി. ശരീരം നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് എന്ത് വേണം? എക്സസൈസ് വേണം, നടക്കാൻ ഇറങ്ങണം. എന്തെങ്കിലുമൊക്കെ വ്യായാമം ചെയ്താൽ മാത്രമേ നമ്മുടെ ശരീരം എന്ത് ചെയ്യുള്ളൂ? നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ. മനസ്സ് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിന് എന്ത് വേണം? മനസ്സിന് വിശ്രമം വേണം. നമ്മൾ നേരെ തിരിച്ചു ചെയ്യുന്ന ആൾക്കാരാ. ശരീരത്തിന് പരമാവധി വിശ്രമം കൊടുക്കും, മനസ്സിന് മാക്സിമം പണി കൊടുക്കും. ഈ ലോകത്തെ ഏറ്റവും വലിയ മടിയൻ വരെ 24 മണിക്കൂറും ചിന്തിച്ച് പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെ? കറക്റ്റ് അല്ലേ? സത്യല്ലേ? ഒന്ന് കൈയടിച്ച്. സത്യല്ലേ? അതായത് ഈ ലോകത്തെ ഏറ്റവും വലിയ മടിയനും ഇങ്ങനെ ചിന്തിച്ച് പണിയെടുത്തോണ്ടിരിക്കുക. അവൻ വെറുതെ ഇരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവനും പണിയെടുത്തോണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫ് സ്മൂത്ത് ആവണമെങ്കിൽ 2ഉം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ്? ബോഡി നീഡ്സ് ആക്ടിവിറ്റി ആൻഡ് മൈൻഡ് നീഡ്സ് റെസ്റ്റ്. അതിന് പ്രാണായാമം, മെഡിറ്റേഷൻ, സുദർശന ക്രിയ, വാട്ട് എവർ. മൈൻഡ് നീഡ്സ് റെസ്റ്റ് ആൻഡ് ബോഡി നീഡ്സ് ആക്ടിവിറ്റി. ഫ്രണ്ടിലോട്ട് ഇരിക്കാവോ? വന്നിട്ട് എന്നാ വരൂ, ഇവിടെ വരൂ. മൊബൈലും ഒന്ന് ഓഫാക്കിയിട്ട് വരണേ. അവിടെ ചെയറില്ല അവർക്ക് ഇരിക്കാൻ. നമുക്ക് കുറച്ചും കൂടി ചെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലേ നാളെ? വരൂ, ഫ്രണ്ടിലേക്ക് വരൂ.
ഇരിക്കാൻ ചേരില്ല അല്ലേ? ഉണ്ടോ? ഇല്ലല്ലോ. സാറേ നമുക്ക് നാളെ ചെയ്യാനേ. ഞാൻ ട്രെയിനിന്റെ സൈഡ് സീറ്റ് വിട്ടുകൊടുക്കാത്ത പോലെ ചിലര് സീറ്റ് വിട്ടുകൊടുക്കുന്നില്ല, ചെയറ്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? സ്പിരിച്വൽ പാത്തില് 2 ടൈപ്പ് എക്സാമിനേഷൻ നടക്കും എന്ന് പറയണ. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കഠോപനിഷത്തിന്റെ നോളജ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. രഹസ്യം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കഠോപനിഷത്തിന്റെ നോളജ് സ്റ്റാർട്ട് ചെയ്യണം. ഇതൊക്കെ കഠോപനിഷത്തിന്റെ മാത്രം നോളജാണ്. സോ 2 ടൈപ്സ് ഓഫ് എക്സാമിനേഷൻസ് ആർ ദെയർ ഇൻ ദ സ്പിരിച്വൽ പാത്ത്. ആത്മീയ പാതയിൽ 2 രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. എയ്തർ ഇൻ ദ ഫോം ഓഫ് സഫറിങ് ഓർ ഇൻ ദ ഫോം ഓഫ് ടെംപ്ടേഷൻ. ഒന്നെങ്കിൽ ദുരന്തത്തിന്റെ രൂപത്തിൽ കഷ്ടപ്പാടിന്റെ രൂപത്തിൽ കഷ്ടപ്പാട്, ഇല്ലെങ്കിൽ പ്രലോഭനം. ഒന്നെങ്കിൽ അസുഖം വരാം, സാമ്പത്തിക നഷ്ടം വരാം, മരണം സംഭവിക്കാം, സഫറിങ്. ഇതൊന്നുമില്ലാത്ത കുഴപ്പമില്ലാണ്ട് പോണ ആളാണെങ്കിൽ അയാൾക്ക് പ്രലോഭനങ്ങൾ വരാം. ഇപ്പോ നചികേതസിനെ പ്രലോഭിപ്പിക്കാൻ നോക്കുകയാണ് ആര്? യമൻ. നീ എന്തിനാ ഇതറിയണ? നിനക്ക് രാജ്യം തരാം, സുന്ദരിമാരെ തരാം, നിനക്ക് സൗകര്യങ്ങൾ തരാം. എന്ത് തരാണ്? പ്രലോഭനം തരാണ്. നമ്മളാണെങ്കിൽ എപ്പോ വീണെന്ന് ചോദിച്ചാൽ മതിയില്ല. കറക്റ്റ് അല്ലേ സാറിന്? എനിക്കറിയില്ല വീഴുമെന്ന്. നമ്മളെന്നുള്ള പ്രയോഗം പോലും തെറ്റാണ്. ചിലപ്പോ ഈ കൂട്ടത്തിൽ വീഴാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവാം. ഞാൻ വീഴുമെന്ന് എനിക്ക് ചെറിയ സംശയം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. ഒരു രാജ്യം തരാന്നൊക്കെ പറഞ്ഞാലേ, ഒരു രാജ്യം കിട്ടുകയാണെങ്കിൽ ഇപ്പൊ മരണത്തിന്റെ രഹസ്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? പിന്നെ അറിയാന്ന് വിചാരിക്കില്ലേ? അല്ല, ചിന്തിച്ചു പോവാണ്. അപ്പൊ സഫറിങ് ആൻഡ് ടെംപ്ടേഷൻ, ഈ 2 രീതിയിൽ എന്ത് വരാം? എക്സാമിനേഷൻ സ്പിരിച്വൽ പാത്തില് സംഭവിച്ചുകൊണ്ടേ ഇരിക്കും. നമ്മളുടെ കൂടെ എപ്പോഴും സ്പിരിച്വൽ പാത്തില് ശ്രദ്ധിക്കണം, 2 അസുരന്മാര് നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നാ പറയണ. ശ്രദ്ധിക്കുക, 2 അസുരന്മാര്. ഞാൻ ഇടക്ക് നോക്കുന്നത് ഈ പേരുകളൊന്ന് കിട്ടാൻ വേണ്ടിട്ടാട്ടോ. അതിൽ ഒരു അസുരന്റെ പേരാണ് മധു, മറ്റൊരു അസുരന്റെ പേരാണ് കൈതവൻ. ഇതൊന്നും പേരൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഇത് ഒരു 2 കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒന്നെന്താണ്? മധു. 2 എന്താണ്? കൈതവൻ. മധു എന്ന് പറയുന്നത് നമ്മുടെ ഡിസയർ, ആഗ്രഹങ്ങൾ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? മധു ആരാണ്? നമ്മളുടെ ആഗ്രഹങ്ങൾ, ഡിസയർ. കൈതവൻ എന്ന് പറയുന്നത് നമ്മളുടെ ഹേറ്റ്രഡ്, വിരോധം, ദേഷ്യം. ഇതാണ് 2 അസുരന്മാര്. 2 അസുരന്മാരാണ്. 2 അസുരന്മാരെന്ന് പറഞ്ഞാൽ ഇത് 2 നമ്മളെ നശിപ്പിക്കും. മധു ആരാണ്? ആഗ്രഹം. കൈതവൻ വിരോധം. നമുക്ക് ഓരോന്നിനോട് തോന്നുന്ന വിരോധം. ഈ 2 കാര്യങ്ങളാണ് നമ്മളുടെ അടുത്ത ജന്മത്തെ തീരുമാനിക്കുന്നത്. കാരണം ആരോടെങ്കിലും വിരോധം വന്നാലും നമ്മൾ അതിനോട് അറ്റാച്ച്ഡ് ആയി, അല്ലേ? കറക്റ്റ് അല്ലേ? അയാളെ കുറിച്ച് തന്നെ ചിന്തിക്കലാണല്ലോ ബന്ധനം, അറ്റാച്ച്മെന്റ്, ബോണ്ടേജ്. നമ്മൾ ഒരു കാര്യം തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബന്ധനം. കറക്റ്റ് അല്ലേ സാറിനോ? ഒരാളോട് വിരോധം തോന്നിയാൽ അയാളെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അതും ബന്ധനമാണ്. ഒരാളോട് അമിതമായ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അതും ചിന്തിച്ചുകൊണ്ടിരിക്കും, അതും ബന്ധനമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അത് വ്യക്തിയാവട്ടെ, സാഹചര്യമാവട്ടെ, വസ്തുവാവട്ടെ, ഉപകരണമാവട്ടെ, സ്ഥാനാവട്ടെ. വിരോധത്തിൽ ചിന്തിച്ചാലും ബന്ധനമാണ്, ഇഷ്ടത്തിൽ ചിന്തിച്ചാലും ബന്ധനമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഒന്ന് കൈയടിക്ക്. അല്ല, മനസ്സിലാവുണ്ടല്ലോ അല്ലെ? കൂടുതൽ നമ്മുടെ മൈൻഡ് കൂടുതൽ എവിടെ ഒക്യുപ്പൈഡ് ആവുന്നോ അതെല്ലാം ബോണ്ടേജ് ആണ്. ഗുരുവിനോടോ ദൈവത്തിനോടോ അല്ലാതെ, അറിവിനോടോ അല്ലാതെ, മറ്റെന്ത് വേൾഡ്ലി കാര്യങ്ങളിൽ നമ്മുടെ മൈൻഡ് കൂടുതൽ ഒക്യുപ്പൈഡ് ആവുന്നോ, ഇറ്റ് ഈസ് ഓൾ ബോണ്ടേജ്. ഇറ്റ് ഈസ് ഓൾ ബോണ്ടേജ്. അറ്റാച്ച്മെന്റ്, ബന്ധനം. വലിയ വാക്കാ ബന്ധനം.
ഉള്ളിലേക്കിടുന്നതിന് തുല്യം ബന്ധനം. അപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾക്ക് ശ്രദ്ധിച്ചിട്ടില്ലേ, അയാളുടെ മകന് കുട്ടി ജനിച്ചു. ശ്രദ്ധിക്കണം. അപ്പൊ അയാൾ നല്ല തിരക്കിട്ട് ജോലിയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്, വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അയാളുടെ മകന്റെ വളർച്ച കാണാനോ മകനെ ശരിക്കും നോക്കാനോ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. അയാൾ ഓട്ടത്തിലായിരിക്കും, തിരക്കിലായിരിക്കും, പണം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലായിരിക്കും, ജോലിയുടെ തിരക്കിലായിരിക്കും. അപ്പൊ മകനെ ശരിക്കും ശ്രദ്ധിക്കാൻ അയാൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അയാളൊന്ന് ഫ്രീ ആയപ്പോഴാണ് അയാളുടെ മകന് കുട്ടി ജനിച്ചിരിക്കണേ. അപ്പൊ അയാളുടെ ഉള്ളിൽ ഈ സങ്കടവും വിഷമമൊക്കെ ഉണ്ട്. എനിക്ക് എന്റെ മകന്റെ വളർച്ച കാണാൻ സാധിച്ചിട്ടില്ല, മകന്റെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരുടെ കൊച്ചുമക്കളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടല്ലേ? സത്യല്ലേ? ചില ആൾക്കാർ പറഞ്ഞിട്ടില്ലേ, അച്ഛൻ എന്ത് ദേഷ്യം വരുന്നറിയോ ഞങ്ങളോടൊക്കെ, പക്ഷെ എന്റെ കുട്ടി എന്ത് ചെയ്താലും അച്ഛനൊരു കുഴപ്പമില്ല. ഞങ്ങൾ അച്ഛന്റെ മുമ്പിൽ ഇരിക്കില്ല, ഇവൻ അച്ഛന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ഡാൻസ് കളിക്കും. പക്ഷെ അച്ഛൻ അതൊക്കെ ചിരിയാണ്, അച്ഛൻ അതൊക്കെ ഒരു കളിയാണ്. അച്ഛൻ കൊച്ചുമകൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോ ഈ മിക്കവാറും ഗ്രാൻഡ് പേരൻസ് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രനോട് അറ്റാച്ച്ഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ലോകത്തെല്ലായിടത്തും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറക്റ്റ് അല്ലേ? സ്വർണ്ണം ആണല്ലേ? ഇതിന്റെ ഒരു ദോഷം എന്താ വെച്ചാല്, ഇങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എത്ര പേര് അങ്ങനെ ഉണ്ട്? ഒന്ന് കൈവക്ക്. ഗ്രാൻഡ് ചിൽഡ്രനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഗ്രാൻഡ് പാരൻസ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. കുഴപ്പമിതാണ്, ഇതും മധുവിന്റെ കളിയാണ്. മധു എന്ന രാക്ഷസന്റെ കളിയാണ്. ഇവിടെ മധു എങ്ങനെ കളിക്കണത്? ഇങ്ങനെയുള്ള ഗ്രാൻഡ് പാരൻസ് മരിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചുമകന്റെ മകനായിട്ടോ മകളായിട്ടോ ഇതേ കുടുംബത്തിൽ ജനിക്കും. പിന്നെ ആ കുടുംബത്തിൽ നിന്ന് അങ്ങോട്ട് വിട്ടു പോവില്ല, ആ സ്വൈരം കളയുക അവരുടെ. ഇതുകൊണ്ടാണ് ഇംഗ്ലീഷുകാര്, ശ്രദ്ധിക്കണം, ഗുരുദേവൻ പറയാണ് കേട്ടോ, ഇതെന്റെ ഉദാഹരണമല്ല, ഗുരുദേവൻ പറയാണ്, ഇംഗ്ലീഷുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ജോർജ് 1, ജോർജ് 2, ജോർജ് 3, ജോർജ് 4 എന്നുകൊണ്ട് പേരിടും പണ്ട്. അതായത് ജോർജ് 1ന്റെ മകൻ ജോർജ് 2, ജോർജ് 2വിന്റെ ഗ്രാൻഡ് സൺ ആണ്, അല്ല, ജോർജ് 1ന്റെ ഗ്രാൻഡ് സൺ ആണ് എന്ത്? ജോർജ് 3. അപ്പൊ ജോർജ് 1 ഗ്രാൻഡ് സണ്ണിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ജോർജ് 3യുടെ മകനായിട്ട് ജോർജ് 1 4 ആയിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? ജോർജ് 1 ആണ് ഇവിടെ ജോർജ് 4 ആയിട്ട് വീണ്ടും വന്നിരിക്കണേ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതേ കുടുംബത്തിൽ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും. ചില കൊച്ചുകുട്ടികളുടെ സ്വഭാവം കാണുമ്പോ ചില കാരണവന്മാർ പറഞ്ഞേക്കാം, ഇവന് എന്റെ ഭർത്താവിന്റെ സ്വഭാവമാണല്ലോ. ഇല്ല, കേട്ടല്ലേ? ഇവനെങ്ങനെ എന്റെ ഭർത്താവിന്റെ മൂക്ക് കിട്ടി, ഇവനെങ്ങനെ എന്റെ ഭർത്താവിന്റെ സ്വഭാവം കിട്ടി? ഒരു സംശയമില്ല, ഭർത്താവ് തന്നെ വന്നിരിക്കുകയാണ് വീണ്ടും. ഇതാണ് മധുവിന്റെ കളി. ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നചികേതസ് 3 ദിവസം ഭക്ഷണം കഴിക്കാതെ കാത്ത് നിന്നു. ആരെ? ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ആരെ കാത്തു നിന്നു? യമനെ കാത്തിരുന്നു, യമദേവനെ കാത്തിരുന്നു. യമദേവനെ കാത്തിരുന്നു 3 ദിവസം. ഈ 3 ദിവസം ആണ് കാത്തിരിക്കുന്നത്. ഈ 3 ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമ്മൾ കേൾക്കാൻ പോവാണ്. അതിഥിയാണ്. അതിഥി വിശന്നിരുന്നാൽ, നമ്മളുടെ വീട്ടിൽ അതിഥി വിശന്നിരിക്കരുത് കേട്ടോ, ഒരിക്കലും. നമ്മളുടെ വീട്ടിൽ അതിഥി വിശന്നിരുന്നാൽ എന്തൊക്കെയാ സംഭവിക്കാന്നറിയോ? പേടിക്കണം. നമ്മുടെ വീട്ടിൽ അതിഥി വിശന്നിരുന്നാൽ എന്തൊക്കെ സംഭവിക്കും? ശ്രദ്ധിച്ചോളൂ. വലിയ സംഭവം തുടങ്ങാൻ പോകണ്ട, ശ്രദ്ധിച്ചോളൂ. ആശ പ്രതീക്ഷ നഷ്ടപ്പെടും ജീവിതത്തിൽ അതിഥി വിശന്നിരുന്നാൽ. വാക്കുകൾ കൊണ്ട്, നല്ല വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്,
അതിൽ നിന്നും, ആ വാക്കുകൾ ഉപയോഗിച്ചതിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള പുണ്യം നഷ്ടപ്പെടും അതിഥി വിശന്നിരുന്നാൽ. നല്ല പ്രവൃത്തികൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. കിണർ ഒഴുക്കി ആർക്കെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യേ, എന്താ, അല്ലെങ്കിൽ ഒരു ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കേ, അല്ലെങ്കിൽ ബസ്സിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കേ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ നല്ല പ്രവൃത്തികൾ ചെയ്തിട്ട് അതിന്റെ പുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പുണ്യം നഷ്ടപ്പെടും. പുത്രനെ കൊണ്ടുള്ള പ്രയോജനം കിട്ടാണ്ടാവും. പുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് പുത്രൻ, പുത്രി. പശുവിനെ കൊണ്ടുള്ള പ്രയോജനം കിട്ടാണ്ടാവും. പശു എന്ന് ഉദ്ദേശിക്കുന്നത് ധനം, വെൽത്ത്. ഇഷ്ടംപോലെ പൈസ ബാങ്കിൽ ഉണ്ടാവും, ചിലപ്പോ അതുകൊണ്ട് പ്രയോജനം ഇല്ലാണ്ടാവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. എന്ത്? അതിഥി വിശന്നിരുന്നാൽ. അപ്പൊ നമുക്കൊന്ന് ആദ്യം ആശ പ്രതീക്ഷയിലേക്ക് പോവാം. എന്താണ് ഈ ആശയും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം? ആശ, പ്രതീക്ഷ, എന്താ വ്യത്യാസം? പ്രതീക്ഷ ഇസ് എക്സ്പെക്ടേഷൻ അല്ലെ? ആശ എന്താണ്? ആശ ഡിസയർ. എന്താണ് ഈ ആശയും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം? എന്താ? ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ വന്നിട്ട് പറയാണ്, സാറേ 1 കോടിയുടെ ബമ്പർ ഒന്നെടുക്കൂ. ഞാൻ പറയണ എനിക്ക് താല്പര്യമില്ല, ഇന്നവരെ അടിച്ചിട്ടില്ല, അതുകൊണ്ട് താല്പര്യമില്ല. അപ്പോ ലോട്ടറി കച്ചവടക്കാരൻ പറഞ്ഞു, ഇതടിച്ചിരിക്കും, ഉറപ്പാണ്. അപ്പൊ ഞാനത് വാങ്ങി, വെറുതെ വാങ്ങി, അയാൾ ഇത്രയും പറഞ്ഞല്ലേ, വാങ്ങി. അപ്പൊ ഇത് ലോട്ടറി അടിക്കും എന്നുള്ളത് എൻ്റെ ആശയാണോ പ്രതീക്ഷയാണോ? എന്താണ്? പ്രതീക്ഷയല്ല, ആശയാണ്. ആശ. ഉറപ്പില്ലാത്തതാണ് ആശ. ഒരു അല്പം ഉറപ്പുള്ളതാണ് പ്രതീക്ഷ. ശ്രദ്ധിച്ചോളൂ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ലോട്ടറി അടിച്ചു. ആശിച്ചിരുന്നു ലോട്ടറി അടിക്കണമെന്ന്. എന്തായി? ലോട്ടറി അടിച്ചു, നമ്പർ വന്നു, ലോട്ടറി അടിച്ചു. ഉടനെ തന്നെ ഗവൺമെന്റ് പറയാണ്, 1 മാസം എടുക്കൂട്ടോ, എന്ത്, പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ വരാൻ. ഇനിയത് ആശയല്ല, ഇനി അതെന്താണ്? ഇനിയത് പ്രതീക്ഷയാണ്. കാരണം എനിക്കത് ഉറപ്പാണ്, അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇനി അതെന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയാൽ മാത്രം മതി. ഇതാണ് എന്ത്? ആശയും പ്രതീക്ഷയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കൈയടിച്ച്, മനസ്സിലായില്ല? നമ്മൾ ഒരുപാട് കാര്യം ആശിക്കുന്നുണ്ട്, അതെല്ലാം നടക്കണം എന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിൽ ഒരു 80-90% കാര്യങ്ങളും നടക്കാറുണ്ട്, ഇല്ലേ? കറക്റ്റ് അല്ലേ? മൈ വൈഫ് ഇസ് എക്സ്പെക്ടിങ് എ ചൈൽഡ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അത് കുട്ടി വരും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ്. അപ്പൊ എക്സ്പെക്ടേഷനും ഡിസയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. അപ്പോ അതിഥി വിശന്നിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നെ ആശയും പ്രതീക്ഷയും ഇല്ലാണ്ടാവും. ഇതുപോലത്തെ ഒരു പണി വേറെ വേണോ? നമ്മളുടെ സംസ്കാരേ, ഭാരതീയ സംസ്കാരം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. പണ്ടത്തെ വീടുകള് വരാന്ത വളരെ വലുതായിരിക്കും, കിടപ്പുമുറി തീരെ ചെറുതായിരിക്കും, ബെഡ്റൂം ഭയങ്കര ചെറുതായിരിക്കും. കണ്ടിട്ടുണ്ടോ പഴയ വീടുകള്? എത്ര പേര് കണ്ടിട്ടുണ്ട് ഇത്? പണ്ടത്തെ വീടുകൾ മുഴുവൻ അങ്ങനെയാ. ബെഡ്റൂം തീരെ ചെറുതും വരാന്ത വളരെ വലുതുമായിരിക്കും. അതായത് അതിഥീനെ ഇങ്ങനെ ഇരുത്താനും സംസാരിക്കാനും, വേണമെങ്കിൽ ഒന്ന് കിടന്നോ, പായ വിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് കിടത്താനൊക്കെ ഉള്ള സൗകര്യം എവിടെ ഉണ്ട്? അതിഥികൾ വന്നാൽ വരാന്തയിലും കൊണ്ട് കിടന്നോ. ഇന്നത്തെ അത്ര ചൂടൊന്നും വന്നില്ലല്ലോ. വരാന്തയിലും കൊണ്ട് അങ്ങോട്ട് വരാന്തയിൽ ഇപ്പൊ ഒരു ഉത്സവത്തിനൊക്കെ പല ദേശത്തു നിന്നും ബന്ധുക്കളൊക്കെ വരും. ഇന്നത്തെ പോലെ ഞാൻ സ്ഥലത്തുണ്ടാവില്ല കേട്ടാന്ന് അങ്ങോട്ട് പറയല്ല ചെയ്യുക. എന്താ ചെയ്യാ? വന്നോളൂ വന്നോളൂ, ഇവിടെ കിടന്നോ, കുളത്തിൽ പോയി കുളിക്കുക, ഇവിടെ കിടക്കുക. പണ്ടത്തെ വീടിന്റെ ഘടന നോക്കി അറിയാം, വരാന്ത ഭയങ്കര വലുതാ. ഇപ്പൊ അങ്ങനെയല്ലോ, വരാന്ത പോലും ഉണ്ടാവില്ലല്ലോ. മിക്കവാറും വീടുകൾക്ക് എന്തില്ല, അഥവാ എന്തെങ്കിലും വരാന്ത ഉണ്ടെങ്കിൽ അത് ഗ്രിൽസ് ഇട്ട് പൂട്ടി 2 നായനെ തുറന്ന് വിട്ട്, പട്ടിയുണ്ട്,
സൂക്ഷിക്കുക, അതിനേക്കാളും മോശപ്പെട്ട യജമാനനും ഉണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡ് എഴുതി വെക്കും. എന്നിട്ട് വരേ വേണ്ട. കറക്റ്റല്ലേ? സത്യമല്ലേ? നമ്മൾ എത്രമാത്രം മാറിയിരിക്കണല്ലേ നമ്മളെല്ലാവരും, ആണല്ലേ? നമ്മൾ അങ്ങനത്തെ ഒരു സംസ്കാരത്തിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഇതാണ്. അപ്പോ ഇവിടെ അതിഥി പട്ടിണി ഇരുന്നു 3 ദിവസം. 1-2 ദിവസമല്ല, 3 ദിവസം അതിഥി ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. അതും അതിഥി ചില്ലറ അതിഥിയല്ല. അതിഥി ബ്രാഹ്മണനാണ്, അതിഥി ബ്രഹ്മചാരിയാണ്, അതിഥി വേദവിദ്യാർത്ഥിയാണ്. യമന് പണി കിട്ടും എന്നുള്ള കാര്യം യമന് ഉറപ്പായി. അതുകൊണ്ട് യമനോട് കാലില് വീഴാണ് ആദ്യം. ഈ കാലില് വീണത് കൊണ്ടൊന്നും നിൽക്കില്ല എന്നും യമന് മനസ്സിലായി. അതുകൊണ്ടാണ് 3 ദിവസം ഭക്ഷണം കഴിക്കാണ്ടിരുന്നതിന് 3 വരം ഓഫർ ചെയ്യണത്. നിങ്ങൾ ആലോചിച്ചിരുന്നില്ലല്ലോ ഈ 3 വരം എന്താണെന്ന്? ആലോചിച്ചോ? ഇല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്. ഇത് എത്ര പേർക്ക് അറിയായിരുന്നു? 3 ദിവസം പട്ടിണി കിടന്നതുകൊണ്ടാണ് 3 വരം എന്നുള്ളത്. എത്ര പേർക്ക് അറിയായിരുന്നു? കൈബുക്കിക്കോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, അത് അറിഞ്ഞല്ലോ, നല്ലതാ. ഇങ്ങനെ ഓരോ നമ്മൾ അറിയണേ. ഓരോ കഥയുടെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ 2 കൊടുത്തു കഴിഞ്ഞു. എന്തൊക്കെയാണ്? ഒന്ന്, നീ തിരിച്ചു പോകുമ്പോൾ അച്ഛൻ എന്നെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കണം. അത് നൽകി കഴിഞ്ഞു. ശ്രദ്ധിക്കണം. രണ്ടാമത്തെ എന്താണ്? 720 ഇഷ്ടിക അടുക്കി വെച്ചു. അത് പെട്ടെന്ന് ചെയ്യണത് കണ്ടിട്ട് 5 വർണ്ണങ്ങളിലുള്ള ലോക്കറ്റ് സമ്മാനിച്ചു. എങ്ങനത്തെ ലോക്കറ്റ്? സംഗീതം പൊഴിക്കുന്ന ലോക്കറ്റ്. ആലോചിച്ചോ എന്താണ് ഈ 720 ഇഷ്ടിക എന്ന്? ശ്രദ്ധിച്ചോ? ആലോചിച്ചോ? ഇല്ല, കേൾക്കണോ? ആ സീക്രട്ട് കേൾക്കണോ? എത്ര പേർക്ക് ആഗ്രഹം ഉണ്ട് അത് കേൾക്കണമെന്ന്? ഇതറിയാവോ ആർക്കെങ്കിലും? കൈവക്കിയ 720 ഇഷ്ടിക എന്താണെന്നുള്ളത് അറിയോ? അറിയില്ല? അറിയില്ല. കേക്കണ്ടേ? 360 പകൽ. ശ്രദ്ധിക്കണം കേട്ടോ, ഇതൊരു ഗംഭീര സയൻസ് ആണ്. 360 പകൽ, 360 രാത്രി. ഇതാണ് 720 എന്ന കണക്ക്. ഇഷ്ടിക എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ ഇന്നലെ പറഞ്ഞു. എന്താണ്? ഇഷ്ടക്രിയ ചെയ്യാനുള്ള ഉപകരണമാണെന്ത്? ഇഷ്ടിക. അപ്പോ 720 എന്ന് വെച്ചാൽ എന്താണ്? 360 രാത്രിയും 360 പകലും കൂട്ടുമ്പോ എന്താണ്? 1 വർഷം. 1 വർഷം ഒരാൾക്ക് വിഷമിക്കാതെ, ഡിസ്റ്റർബ്ഡ് ആവാതെ, സമാധാനം കൈവിടാതെ, സന്തോഷം കൈവിടാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ he will become enlightened. ഇതാണ് അതിന്റെ സയൻസ്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അതായത് എന്തൊരു മഴ, അപ്പൊ തന്നെ പോയല്ലോ സമാധാനം. മഴ കുഴപ്പമില്ല, എല്ലാ ചാലഞ്ചസിനെയും അക്സെപ്റ്റ്. അയാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അക്സെപ്റ്റ്. വിത്തൗട്ട് disturbance, without getting distracted, without losing your peace of mind, losing your passion, patience. Okay, fine. ഇങ്ങനെ 360 ദിവസം നിങ്ങൾക്ക് നിൽക്കാൻ സാധിച്ചാൽ you will become enlightened. ഒരു ട്രൈ നമുക്ക് ചെയ്യണം. വേറൊന്നുമല്ല, ഒരു ദിവസം ഇത് പറ്റുമോ നോക്കണം. അല്ല, നമ്മൾ കഠോപനിഷത്ത് കേൾക്കണോണ്ട് ഗുണം എന്താണെന്നേ? നാളെ മുതൽ വീണ്ടും ദോശ കരിഞ്ഞതിന് ഭാര്യനോട് നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നിട്ട് വീണ്ടും വഴക്ക് തുടങ്ങണ നമ്മൾ കഠോപനിഷത്ത് കേൾക്കണതിൽ കാര്യമില്ലല്ലോ. ചെറിയ കാര്യത്തിന് വീണ്ടും അപ്സെറ്റ് ആവണം നമ്മള്. ഞാൻ ഈ വളരെ നിസ്സാര കാര്യത്തിന് ആളുകൾ അപ്സെറ്റ് ആവണം കണ്ടിട്ടുണ്ട്. വളരെ നിസ്സാര കാര്യം, വളരെ 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 നിസ്സാര കാര്യം. ഇത് 360 ദിവസമാണ് പറയുന്ന കണക്കിട്ടോ.
ദിവസം പറ്റുമോ ശരിക്കും നിങ്ങൾക്ക്? ഒരു ദിവസം ത്രൂ ഔട്ട് രാവിലെ മുതൽ രാത്രി വരെ എന്ത് സംഭവിച്ചാലും അപ്സെറ്റ് ആവണില്ല? കുളിക്കാൻ നേരത്ത് പൈപ്പ് തുറക്കുന്നു, വെള്ളമില്ല, ഓക്കേ. അപ്പൊ കാണാം അടുപ്പത്തിരിക്കുന്നത് കരിഞ്ഞു, ഓക്കേ. തേക്കാൻ നോക്കുമ്പോൾ കാണാം കറണ്ടില്ല, ഓക്കേ. അപ്സെറ്റ് ആവാണ്ട് ആക്സെപ്റ്റ്. ഒരു ദിവസം ഇഫ് യു ക്യാൻ ഡു ഇറ്റ്, ഒന്ന് ട്രൈ ചെയ്യ്. അങ്ങനെ ഒന്ന് ഞാൻ പറയാ, ഒരു മാസത്തിലോ എല്ലാ 1-ാം തീയതി ഞാൻ അപ്സെറ്റ് ആവില്ല. എന്ത് സംഭവിച്ചാലും എന്നെ സിറ്റുവേഷൻ ആളുകൾ ഏത് രീതിയിൽ ചാലഞ്ച് ചെയ്തോ ഞാൻ അപ്സെറ്റ് ആവില്ല. അൺഡിസ്റ്റർബ്ഡ്. അറ്റ്ലീസ്റ്റ് ഫോർ 1 day പ്രാക്ടീസ് അൺഡിസ്റ്റർബ്ഡ്. ഇത് 360 ദിവസം. നചികേതസ് അത് ചെയ്തു. നചികേതസ് എൻലൈറ്റൻഡ് ആയി. നചികേതസിനോട് പറഞ്ഞു, ശ്രദ്ധിക്കണം, ഈ വാചകം ശ്രദ്ധിക്കണം. ഈ 720 ഇഷ്ടികകളെ പടിപടിയായി വെച്ച് നീ സ്വർഗത്തിലേക്ക് കയറി വരൂ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും സമാധാനവും ആനന്ദവും ഉള്ള സ്ഥലം. നചികേതസ് 360 ദിവസം അങ്ങനെ നിന്നു. അതോടുകൂടി നചികേതസിന്റെ മാനസികാവസ്ഥ എങ്ങനെയായി? ആനന്ദവും സന്തോഷവുമായി മാറി. ആനന്ദവും സന്തോഷവുമായി നിൽക്കുന്ന അവസ്ഥയാണ് സ്വർഗം. അല്ലാതെ ഇതൊരു ജോഗ്രഫിക്കൽ പ്ലേസ് അല്ല കേട്ടോ. അങ്കമാലി, തൃശ്ശൂർ എന്നൊക്കെ പറഞ്ഞ പോലത്തെ സ്ഥലമല്ല സ്വർഗം. ബസ് പിടിച്ച് പോകാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് സ്വർഗം. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇതാണ് നമുക്ക് തെറ്റിദ്ധരിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, സ്വർഗം ഒരു അവസ്ഥയാണ്. ഈ പടി കയറി നീ സ്വർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലേക്ക് നീ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. നചികേതസേ, ഐ ആം ഹാപ്പി. ഞാനിതാ നിനക്കൊരു നെക്ലസ് തരുന്നു. ഇനി നെക്ലസിന്റെ രഹസ്യം അറിയണോ? എത്ര പേർക്ക് നെക്ലസിന്റെ രഹസ്യം അറിയാം? അറിയാം. എത്ര പേർക്ക് അറിയാം നെക്ലസിന്റെ രഹസ്യം? എത്ര പേര് കഠോപനിഷത്ത് കേട്ടിട്ടുണ്ട്? ഭയങ്കര തള്ളായിരുന്നല്ലോ, കേട്ട് മറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോ എവിടെ ഇപ്പൊ ഒന്നും അറിയില്ല അല്ലേ? എന്റെ ക്ലോസ് ഫ്രണ്ടാണ് രാകേഷ് സാർ. ഞാൻ ഒന്ന് കാണട്ടെ രാകേഷ് സാറിന്. ഇവരിതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട് പുള്ളി, ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല നിങ്ങള്. ശ്രദ്ധിക്കാം. ഇതൊരു എത്ര ഡോക്ടേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്? എത്ര ഡോക്ടേഴ്സാണ്? ദൈവമേ, ഈ വക കഥകൾ ഡോക്ടേഴ്സിന്റെ മുമ്പിൽ പറയാനൊരു പ്രയാസമാണ്. എന്നാലും ഇതിനൊരു വെറുതെ ഒരു കഥയായിട്ട് എടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഇതിനൊന്നും സയന്റിഫിക്കലി പ്രൂഫൊന്നുമില്ല, ജസ്റ്റ് ഒരു കഥ. നമുക്ക് എല്ലാവർക്കും 2 ടൈപ്പ് ഹൃദയം ഉണ്ടെന്നാ പറയണത്. കഠോപനിഷത്ത് പറയുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. ഒന്ന് ഫിസിക്കൽ ഹാർട്ട്, നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യുന്ന ഫിസിക്കൽ ഹാർട്ട് നമുക്കുണ്ട്. 2, നമുക്കൊരു ഇമോഷണൽ ഹാർട്ട് ഉണ്ടെന്നാ പറയണത്, വൈകാരിക ഹൃദയം. ഈ ഇമോഷണൽ ഹാർട്ടിന്റെ ഒരു ചേംബറിലാണത്രേ നമ്മുടെ ബിഗ് മൈൻഡ് ഉള്ളത്. എന്ത്? വലിയ മനസ്സുള്ളത്. എന്താണ് വലിയ മനസ്സ്? മറ്റുള്ളവരോട് കാരുണ്യം തോന്നുന്ന, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തോന്നുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നുന്ന, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ തോന്നുന്ന ആ വലിയ മനസ്സാണെന്ത്? ആ ചേംബറിനുള്ളിലുള്ളത്. അതാണ് ബിഗ് മൈൻഡ്. യമദേവൻ ഈ ഇമോഷണൽ ഹൃദയത്തിലുള്ള ആ വലിയ മനസ്സിനെയാണ് ഈ മാല അണിയിച്ചത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? എത്ര വലിയ മനസ്സിന് ഉടമയാണ് നമ്മളൊക്കെ എങ്കിലും ഇടയ്ക്കൊക്കെ നമ്മളുടെ ചെറിയ മനസ്സ് തലവെക്കും, ഡോമിനേറ്റ് ചെയ്യും. അസൂയ വരും, വിദ്വേഷം വരും, വെറുപ്പ് വരും, സമാധാനം പോവും. എത്ര വലിയ മനസ്സിന്റെ ഉടമയാണെങ്കിൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തലവെക്കുന്നുണ്ടല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണോ? ജയ് ഗുരുദേവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? നിന്റെ വലിയ മനസ്സ് വിജയിക്കട്ടെ എന്റെയും എന്നാണ് അതിന്റെ അർത്ഥം. ജയ് ഗുരുദേവ്. അവളുടെ ഒരു സാരി ഇതായിരിക്കും മനസ്സിൽ വന്നിട്ടുണ്ട്. ജയ് ഗുരുദേവ്,
ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട് ജയ് ഗുരുദേവ്. അപ്പൊ നമ്മൾ എത്ര ഈ ജയ് ഗുരുദേവ് എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലൊക്കെ ആ ചെറിയ മനസ്സ് ഇങ്ങനെ തലപൊക്കുന്നുണ്ട്. സത്യമല്ലേ? കറക്റ്റല്ലേ സ്വർണം? ഈ മാല 5 നിറത്തിലുള്ള സംഗീതം പൊഴിക്കുന്ന മാല ഇമോഷണൽ ഹൃദയത്തെ യമൻ ധരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? നീ വലിയ മനസ്സിന് ഉടമയാണ്, അത് മറക്കരുത്. ഈ മാല നിന്നെ അത് ഓർമ്മിപ്പിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, സംഗീതം പൊഴിച്ചുകൊണ്ട്. അങ്ങനെ നിന്റെ ചെറിയ മനസ്സ് തല പൊക്കാതെ ഇരിക്കട്ടെ. എനിക്ക് പറഞ്ഞപ്പോ ഗൂസ് ബംസ് വരുന്നത്. നിങ്ങൾക്കൊരു വികാരം ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഒരു വികാരം ഇല്ലാണ്ടിരിക്കാൻ പറ്റണേ? ഇത് ഭയങ്കര രസമുള്ള നോളജ് അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണം? അപ്പോ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടു. എന്താണ്? ഇതെന്റെ വലിയ മനസ്സിനെ ഓർമ്മിപ്പിക്കട്ടെ. ഇടക്കിടക്കൊക്കെ എന്റെ ചെറിയ മനസ്സ് തലവെക്കുമ്പോ, അല്ല, നീ ഒരു വലിയ മനസ്സിന് ഉടമയാ. നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഒരു ആഭരണത്തെ നിങ്ങൾ അങ്ങനെ ഒന്ന് കണക്കാക്കുക. എന്താണ് അത്? താലി ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു മാല അങ്ങനെ കണക്കാക്കുക. ഇതെന്നെ, ഞാനൊരു വലിയ മനസ്സിന് ഉടമയാണ് എന്നുള്ള കാര്യം എന്നെ എന്ത് ചെയ്യട്ടെ? ഓർമ്മിപ്പിക്കട്ടെ. നചികേതസിന്റെ ഒരു സാമർത്ഥ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒറ്റ ചോദ്യത്തില് 2 കാര്യങ്ങൾ വാങ്ങിച്ചു. പതാഞ്ജലി മഹർഷി പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ വേണമെന്നാ പറയുന്നത്. അതായത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് അർത്ഥങ്ങൾ വരണം. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ സാധിക്കണം. ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഒരു വൃദ്ധ പ്രായമായിട്ടുള്ള സ്ത്രീ, അവര് അവിവാഹിതയാണ്. അവർക്ക് പ്രായമായി, അവര് അവിവാഹിതയാണ്, അവര് ദരിദ്രയാണ്, അവര് സൗന്ദര്യമില്ലാത്തൊരു സ്ത്രീയാണ്. നമ്മൾ കാണുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ ശാരീരികമായിട്ട്, അതില്ലാത്തൊരു സ്ത്രീയാണ്. അപ്പൊ അവരെന്തൊക്കെയാണ്? വൃദ്ധയാണ്, ദരിദ്രയാണ്, അവിവാഹിതയാണ്, സൗന്ദര്യമില്ലാത്തവരാണ്. അവര് സൂര്യഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, തപസ് ചെയ്യാണ്. സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടത്? എന്തു വേണേലും തന്നോളൂ, എന്നാൽ ഞാൻ നിനക്കൊരു വരം തരാം, എന്തു വേണേലും ചോദിച്ചോളൂ. അവർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? സുന്ദരിയും ഭർത്തമതിയുമായ ഞാൻ സ്വർണപാത്രത്തിൽ എൻ്റെ കുഞ്ഞിന് എന്നും ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം. എന്തെന്ന്? സുന്ദരിയും ഭർത്തമതിയുമായ ഞാൻ സ്വർണപാത്രത്തിൽ എൻ്റെ സ്വന്തം കുഞ്ഞിന് എന്നും ഭക്ഷണം കൊടുക്കാൻ സാധിക്കണം. ഒറ്റ വരത്തിൽ എന്തൊക്കെ പോന്ന്? നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? എന്തെങ്കിലും ഒന്ന് ചോദിച്ചു ബാക്കിയുള്ള എല്ലാ ചാൻസും കളയും അല്ലേ? ഒറ്റ വരത്തിൽ എന്തൊക്കെ പോന്ന്? വിരൂപിക്ക് സൗന്ദര്യം വന്നു അല്ലേ? ദാരിദ്ര്യത്തിന് ആരോഗ്യം വന്നു, ഭർത്താവില്ലാത്തതിന് ഭർത്താവ് വന്നു, ഭക്ഷണത്തിന് മുട്ടില്ല എന്ന് ഉറപ്പാക്കി കുട്ടി വന്നു. ഫുൾ സാധനങ്ങൾ ഒരൊറ്റ ഡയലോഗിൽ അവർ നേടി. ഇതാണ് കമ്മ്യൂണിക്കേഷൻ. അല്ലാണ്ട് ഒരേ സംഗതി വീണ്ടും 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 പറഞ്ഞ് ഒരു കഴമ്പും ഉണ്ടാവില്ല. കേട്ടിരിക്കാൻ ചിലപ്പോൾ രസമായിരിക്കും, പക്ഷെ വീട്ടിൽ പോയിരുന്ന് അയാൾ എന്താ പറഞ്ഞത് കേട്ടപ്പോ നല്ല രസമായിരുന്നല്ലോ, ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. ഒരു കഴമ്പില്ലാത്ത വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതൊരു ലോഡഡ് വിത്ത് സ്റ്റഫ് ആണല്ലേ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ അല്ലേ? അങ്ങനെ വേണം നമ്മുടെ ഡയലോഗ് എന്ന് പറയുന്നത്. ലോഡഡ്, കംപ്ലീറ്റ്ലി ലോഡഡ്, ഫുള്ളി ലോഡഡ്. അപ്പൊ അത്ര ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളാണ് ആര്? നചികേതസ്. നമുക്ക് നചികേതസ് അവിടെ നിൽക്കട്ടെ കേട്ടോ. നചികേതസ് ഇപ്പോ 2 വരം ക്ലിയർ ചെയ്തു, അവിടെ നിൽക്കുകയാണ്. 3ാമത്തെ വരം ചോദിച്ചിട്ട് നിൽക്കുകയാണ്. എന്താണ്? എനിക്ക്
മരണ രഹസ്യം അറിയണം. എനിക്ക് മരണ രഹസ്യം അറിയണം. ഈ മരണ രഹസ്യം അറിയണമെന്ന് നജികേതസ് പറഞ്ഞപ്പോൾ യമൻ പറഞ്ഞു, അതിപ്പോ നീ തൽക്കാലം അറിയണ്ട, പകരം നിനക്ക് ഞാൻ രാജ്യം തരാം, നൃത്തം ചെയ്യുന്ന സുന്ദരികളെ തരാം, എല്ലാ സുഖ സൗകര്യങ്ങളും തരാം. ശ്രദ്ധിക്കണം, നജികേസിന്റെ മറുപടി എങ്ങനെയാണെന്നറിയോ? ഞാൻ അങ്ങേ ഗുരുവായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങേ ഗുരുവായിട്ടാണ് തന്നിരിക്കുന്നത്. ഒരു ലക്ഷ്യത്തിൽ നിന്നും ശിഷ്യനെ വ്യതിചലിപ്പിക്കാൻ ഒരു ഗുരു ഒരിക്കലും ചെയ്യാൻ പാടില്ല. തന്റെ ഗോളിൽ നിന്നും തന്റെ ഡിസൈപ്പിളിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ എ ഗുരു ഷുഡ് നോട്ട് ഡു ദിസ്. ബ്രഹ്മചാരിയായ എനിക്ക് സുഖങ്ങൾ തന്നു പ്രലോഭിപ്പിക്കാൻ അങ്ങ് ഒരു രീതിയിലും ഈ വർത്താനമേ പറയാൻ പാടില്ല. യമന്റെ പണി തീർന്നു ഇത് കേട്ടപ്പോ. കാരണം പ്ലഷറും ബ്ലിസ്സും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് നജികേതസ്. എന്താണ്? ആനന്ദവും സുഖവും തമ്മിലുള്ള ഡിഫറൻസ് അറിയാം. ആർക്ക്? നജികേതസിന്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഷർ ആൻഡ് ബ്ലിസ്? ബ്യൂട്ടിഫുൾ നോളജ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത നോളജ്. ലക്ഷക്കണക്കിന് രൂപ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോണം. സത്യം പറഞ്ഞാൽ ഇത് കേട്ടിട്ട് വെറുതെ പറഞ്ഞെന്നുള്ളൂ, പറഞ്ഞങ്ങോട്ട് പോവാണ് എനിക്ക് ആവേശത്തിലേ. So what is the difference between pleasure and bliss? You are offering me pleasure and you are staring at me. When you are the victim, you are the sakshi. Kalan himself is the sakshi. Then how can I enjoy the pleasure? Adu vera karyam. പക്ഷേ what is the difference between pleasure and bliss? സുഖവും ആനന്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഞാനൊരു ഉദാഹരണത്തിലൂടെ ഒന്ന് പറയട്ടെ. ഒരു ഉദാഹരണത്തിലൂടെ. ഇതോടുകൂടിയിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ? ഒരു 1997 ഞാൻ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സ് ചെയ്യണത്. ഒന്ന് ശ്രദ്ധിക്കണേ. 1996 വരെയുള്ള എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു അറിയോ? ഞാൻ ജനിച്ചതും വളർന്നതും ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ കൂടെയാണ് അധികവും. അത് ആംഗ്ലോ ഇന്ത്യൻസിന്റെ ഒരു നെയ്ബർഹുഡാണ്. അയൽവാസികൾ അധികവും ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. വെറും ക്രിസ്ത്യൻസ് അല്ല, ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പൊ അവരുടെ ഒരു രീതിയിൽ എപ്പോഴും ആഘോഷങ്ങളാണ്. അത് മദ്യമില്ലാത്ത ആഘോഷം അവർക്കില്ല. അപ്പൊ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ മദ്യമില്ലാത്ത ന്യൂ ഇയർ ഇല്ല. അപ്പൊ 1996 ഡിസംബർ വരെ എൻ്റെ ന്യൂ ഇയർ എങ്ങനെയാണെന്നറിയോ? 3-4 മണി വരെ പാർട്ടി, മദ്യപാനം, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. പക്ഷെ 1-ാം തീയതി വൈകുന്നേരം മാത്രമേ ഞാൻ 96 വരെ എഴുന്നേറ്റിട്ടുള്ളൂ. പിന്നെ ഹാങ് ഓവർ, തലവേദന. 1-ാം തീയതിയിലെ സുപ്രഭാതം ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ. 1-ാം തീയതി സൂര്യ ഉദിക്കുന്നതും കിളികളുടെ ശബ്ദവും ഞാൻ കേട്ടിട്ടില്ല. പ്ലഷർ, പിന്നെ അതിൻ്റെ തലവേദന, ടയേർഡാവുക. 2-ാം തീയതി ആ ക്ഷീണം വീടില്ല. ഒരു 3-ാം തീയതിയൊക്കെ ആകുമ്പോഴേ എന്താവുള്ളൂ, ഒന്ന് ഓക്കെ ആയിട്ട് വരുള്ളൂ. ആർട്ട് ഓഫ് ലിവിംഗിലേക്ക് വന്നു. പിന്നെ എൻ്റെ ന്യൂ ഇയർ എങ്ങനെയാണെന്നറിയോ? മെഡിറ്റേഷൻ, ഭജൻ, ആനന്ദം. പിറ്റേ ദിവസം ഉണർവോട് കൂടിയിട്ട് 1-ാം തീയതിയെ സ്വീകരിക്കുന്നു. ബ്ലിസ്, ആനന്ദം നമുക്ക് എനർജി തരും, പ്ലഷർ നമ്മളുടെ എനർജി കളയും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ഈ സുഖത്തിന്റെ പുറകെ
മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവുക പോലും ഇല്ല കേട്ടോ. സുഖം നമ്മളെ ക്ഷീണിപ്പിക്കും, സുഖം നമ്മളെ ടയേർഡാക്കും, ആനന്ദം നമുക്ക് ഊർജം തരും, ആനന്ദം നമുക്ക് എനർജി തരും. And this is the beautiful difference between bliss and pleasure. And he experienced it. ആര്? നചികേതസ്. നചികേതസിന് ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം അറിയാം. മെഡിറ്റേറ്റർ ആണ്. മെഡിറ്റേറ്റ് ചെയ്യണ നചികേതസിനാണ് ഇത് ഓഫർ ചെയ്യണേ. പോയി പണി നോക്കെന്ന് പറഞ്ഞ അയാള് എന്നോടോ ബാല, ഈ ആനന്ദവും സുഖവും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്ന എനിക്ക് നേരെയാണോ നീ ഈ സുഖങ്ങൾ ഇട്ട് തരുന്നത്? കയ്യില് വെച്ചേക്ക് യമരാജാവേ, എനിക്ക് മരണത്തിന്റെ രഹസ്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ നചികേതസിനെ കുറിച്ച് വേറൊരു കഥ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് കേൾക്കണം. ആ കഥ വേറെ രീതിയിലാണ്. നചികേതസിന്റെ അച്ഛൻ, ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കഥ ഓർമ്മ വന്നത്. നചികേതസിന്റെ അച്ഛൻ വാരിശ്രവസ് നന്നായിട്ട് സാധന ചെയ്യുന്ന ഒരാളായിരുന്നു, മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു പുഴയുടെ വക്കത്തിരുന്നിട്ട് ഒരു ദിവസം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ, അയാളുടെ യോഗ മാറ്റും കുറെ ടൂൾസ് ഉണ്ടല്ലോ ഇത് ചെയ്യാനായിട്ട്, ആ സാധനങ്ങളൊക്കെ ഇട്ടിരുന്നിട്ട് അയാൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ആ മെഡിറ്റേഷൻ കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. എന്ത്? അയാളുടെ പുൽത്തോലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യോഗ മറ്റേ ധ്യാനിക്കാനുള്ള, അതൊക്കെ എടുക്കാനായിട്ട് മറന്നുപോയി. ഇതെടുക്കാൻ മറന്നു പോയപ്പോ പെട്ടെന്ന് ഈ പുഴ കവിഞ്ഞൊഴുകി, മഴ പെയ്തു, ഇതെല്ലാം ഒലിച്ചുപോയി. പക്ഷെ ഇത് ഒലിച്ചുപോയത് അറിഞ്ഞില്ല. ഇദ്ദേഹം നചികേതസിനോട് പറഞ്ഞു, എൻ്റെ ആ ധ്യാനിക്കാനുള്ള സംഗതികളൊക്കെ ആ പുഴയുടെ തീരത്തിരിക്കുകയാണ്, നീ പോയിട്ടത് എടുത്തിട്ട് വരൂ. ഇത് പുഴ കവിഞ്ഞൊഴുകിയതും ഇതൊക്കെ ഒലിച്ചു പോയതും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല. നചികേതസ് പോയി നോക്കുമ്പോഴത്തേക്കും നചികേതസ് എത്താനും ഇത്തിരി താമസിച്ചു. പുഴ കവിഞ്ഞൊഴുകി, എല്ലാ സാധനങ്ങളും ഒലിച്ചുപോയി. ഈ ഒലിച്ചു പോയപ്പോ നചികേതസത്തിന് വരാൻ താമസിച്ചിട്ട് പറഞ്ഞു, അതൊക്കെ ഒലിച്ചു പോയിട്ടോ ഞാൻ എത്തിയപ്പോഴേക്കും എന്ന് പറഞ്ഞു. അത് വാരിശ്രവസിനകത്ത് ഇഷ്ടപ്പെട്ടില്ല. അത് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, എന്തൊരു യൂസ്ലെസ് ആണ് നീ, ഒന്നിനും കൊള്ളില്ലല്ലോ നിന്നെ, ഒരു നിസ്സാര കാര്യം ചെയ്യാൻ പോലും നിന്നെ കൊള്ളില്ലല്ലോ, എന്തിനാ നീയൊക്കെ ജീവിച്ചിരിക്കണേ, പോയി ചത്തൂടെ നിനക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ദേഷ്യത്തിൽ പറയില്ല എങ്ങനെ, പോയി ചത്തൂട, എന്തിനു കൊള്ളാൻ തന്നെ, ആ രീതിയിൽ ഒന്ന് പറഞ്ഞാണ്. പക്ഷെ അപ്പൊ തന്നെ ചത്തുപോയി. കാരണം അവിടെ ഗുരുദേവൻ പറയുന്നത്, നമ്മൾ സാധന ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം വേർഡ്സ് ഹാവ് പവർ, വേർഡ്സ് ഹാവ് പവർ. പ്രത്യേകിച്ച് വെൻ യു പ്രേ, വെൻ യു മെഡിറ്റേറ്റ്, യുവർ വേർഡ്സ് ഹാവ് പവർ. ബ്ലെസ് ചെയ്യാനും പവർ ഉണ്ട്, കേഴ്സ് ചെയ്യാനും നമ്മുടെ വേർഡ്സിന് പവർ. കാരണം വേർഡ്സ് ഒരു വൈബ്രേഷനാണ്. വേർഡ്സിന് പവർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ഒരു വാട്ടർ തെറാപ്പി എന്നുള്ള സംഭവം ഉണ്ട്, നിനക്കൊന്ന് ചെയ്താൽ മനസ്സിലാവും. നമ്മൾ വെള്ളത്തിലെ ഒരുപാട് ചീത്ത പറഞ്ഞാലുണ്ടല്ലോ, വെള്ളത്തിന്റെ പാർട്ടിക്കിൾസിൽ മാറ്റം വരുന്നു എന്ന് ഇപ്പൊ പഠനം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിന്റെ പാർട്ടിക്കിൾസിൽ വ്യത്യാസം വരുന്നത്. അതുപോലെ വെള്ളത്തിനെ നമ്മൾ അനുഗ്രഹിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വാക്കുകൾ വെള്ളത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുകൂലമാകുന്നു വെള്ളം നമുക്ക്. അപ്പോ അതാണ് ഈ പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയണേ, മനസ്സിലാവുന്നുണ്ടോ? അന്നദാത സുഖി ഭവ, നമ്മൾ പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത് ആ ഭക്ഷണത്തിന്റെ ഒരു എനർജിയിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. വെൻ യു പ്രേ ആൻഡ് ഈറ്റ്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഉണ്ട് പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. മുസ്ലിംസ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയും. ഹിന്ദുസ് നല്ല പ്രാർത്ഥനകളുണ്ട്. പക്ഷെ വിശന്നിരുന്ന് വാരി വലിച്ച് വിഴുങ്ങുമ്പോ ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ അങ്ങോട്ട് മറക്കൂല. കറക്റ്റ് അല്ലേ സാർ? ഒറ്റ ഒരു കാര്യം നിങ്ങൾ ഇന്ന് രാത്രി മുതലൊന്നും ചെയ്യാവോ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വെള്ളം കുടിക്കുക, പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. അതിന്റെ എഫക്റ്റിൽ ഭയങ്കര വ്യത്യാസം വരും, ഫുഡിന്റെയും വെള്ളത്തിന്റെയും.
കഠോപനിഷത്ത് കേട്ട് കൊണ്ടുപോകല്ലേ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഇത് ഉപയോഗിക്കുക. പറയുന്നത് മനസ്സിലാവുണ്ടോ? എങ്ങനെയുണ്ട്? ഡെത്ത് എന്ന് പറയുന്ന വലിയ രഹസ്യം യമദേവൻ പറയാൻ പോവാണ്. അത് ഒറ്റയടിക്ക് നമ്മൾ അങ്ങോട്ട് കേൾക്കുമ്പോൾ നമുക്കത് ഡൈജസ്റ്റ് ആവില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പറഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ. വലിയ രഹസ്യം വരാൻ പോവാണ്. കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാൻ പോവാണ്. ഡെത്ത് എന്താണ്? ഡെത്ത്. ഈ ഫ്ലാസ്ക് ശ്രദ്ധിച്ചു നോക്കി. ഈ ഫ്ലാസ്ക് കണ്ടോ? ഈ ഫ്ലാസ്ക് എൻ്റെ ശരീരമാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് മൈ ബോഡി. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ദിസ് ഇസ് മൈ ബോഡി. ഇതെന്റെ ശരീരമാണെന്ന് വിചാരിക്കുക. അപ്പോ ഞാൻ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. എന്താണ് ഞാൻ? ഈ ശരീരമാണോ ഞാൻ? അല്ല. മനസ്സാണോ ഞാൻ? അല്ല. അതിനെയാണ് നമ്മൾ ആത്മാവ്, കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്ന ഒരു എനർജിയാണ് ഞാൻ. അപ്പൊ ഞാൻ എന്ന ഈ എനർജി ഗെറ്റിംഗ് അറ്റാച്ച്ഡ് ടു ദിസ് ബോഡി ഇസ് കോൾഡ് ബർത്ത്. ആൻഡ് ഗെറ്റിംഗ് ഡിറ്റാച്ച്ഡ് ഫ്രം ദിസ് ബോഡി ഇസ് കോൾഡ് ഡെത്ത്. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞു മനസ്സിലാവുണ്ടല്ലോ അല്ലേ? എന്ത്? ഞാനെന്ന ഊർജം ഈ ശരീരത്തോട് ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ജനനം എന്ന് പറയുന്നത്. ഞാനെന്ന ഊർജം ഈ ശരീരത്തിൽ നിന്ന് വേർപെടുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. എനിക്ക് ജനനവും ഇല്ല, എനിക്ക് മരണവും ഇല്ല. ഈ ശരീരത്തിന് ജനനമുണ്ട്, ഈ ശരീരത്തിന് മരണമുണ്ട്. ഇതാണ് ആ വ്യത്യാസം. മനസ്സിലായോ? ഒന്ന് തലയിലേക്ക് അടിച്ചതെന്ന് കയറ്റിവെക്കും കേട്ടോ. ഇത് പിന്നെ അങ്ങോട്ട് പറയാം. നമുക്ക് അതിന്റെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലെ? എന്താണ് ഞാനെന്ന കോൺഷ്യസ്നെസ്, സ്പിരിറ്റ്, ആത്മാവ്, വാട്ട് എവർ യു സേ, ഞാനെന്ന ആ ഊർജം, എനർജി. ഞാനൊരു എനർജി ആണല്ലോ അല്ലേ? ആ എനർജി ഈ ശരീരത്തിനോട് ചേരുന്നതിനെയാണ് ജനനം എന്ന് പറയുന്നത്. ആ എനർജി ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ശരീരത്തിന് ജനനമുണ്ട്, ശരീരത്തിന് മരണമുണ്ട്. ഞാൻ എന്ന എനർജിക്ക് എന്തില്ല? മരണമില്ല. അപ്പൊ ഈ കുറെ നാള് ഈ ശരീരത്തിൽ നിന്നിട്ട് ഈ എനർജി എന്താവും? ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഈ ശരീരത്തിൽ നിന്നും ഈ എനർജി വിട്ടുപോകുന്നതിനെ മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണമായിട്ടാണ് കഠോപനിഷത്ത് പറയുന്നത്. അതായത് ആ ശരീരം പഴകും, വയസ്സാകും, ശരീരത്തിന് വയ്യാണ്ടൊക്കെ ആവുമല്ലോ, അങ്ങനെ പോവല്ലോ ശരീരം ഇങ്ങനെ വയസ്സായി വല്ലാണ്ടും കൂടെ ആവുമല്ലോ. രോഗത്തിന്റെ അവസ്ഥയിലൊക്കെ ശരീരം അങ്ങോട്ട് പഴകും. കുറെ കഴിയുമ്പോ ആ പഴകിയ ശരീരത്തിൽ നിന്ന് എന്താവും? അങ്ങനെയും മരണം സംഭവിക്കാം, അല്ലാതെയും മരണം സംഭവിക്കാം. ഞാനൊരു സാധാരണ മരണത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലാതെയൊക്കെ മരണം സംഭവിക്കാമല്ലോ, എപ്പോ വേണേലും സംഭവിക്കാം. ഞാൻ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന മരണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പഴകിയ ഒരു ശരീരത്തിൽ നിന്ന് എന്താവുന്നു? ആത്മാവ് വിട്ടുപോകുന്നു. ഇങ്ങനെ സംഭവിക്കുന്ന മരണത്തെ കുറിച്ച് കഠോപനിഷത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ഒന്ന് കേൾക്കണേ. ഒരു 15 വർഷമായിട്ട് കൂട്ടിൽ കിടക്കുന്ന പക്ഷി അതിനെ കൂട് തുറന്നു വിടുമ്പോൾ ആകാശത്തേക്ക് അത് ആനന്ദത്തോടു കൂടിയൊരു പറന്നുയർച്ചയുണ്ടത്രേ. അങ്ങനെയാണ് ഈ ആത്മാവ് ഇത്തരം ശരീരം വിട്ടുപോകുന്നത്. ഫ്രീഡം ഫ്രം ദാറ്റ് ബോഡി. ഫ്രീഡം. മനസ്സിലായോ? ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എന്താണ് ഈ ഫ്രീഡം എന്നുള്ളത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താണ് ലിബറേഷൻ, എന്താണ് മോക്ഷം എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം. എൻ്റെ ഗ്രാൻഡ് മദർ ജീവിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരി സീരിയൽ അഡിക്റ്റ് ആയിരുന്നു. സീരിയൽ അഡിക്റ്റ്. അത് ഇന്ന്
എങ്ങനെയാണ് സീരിയലിന്റെ അവസ്ഥ എന്നൊന്നും എനിക്കറിയില്ല. അമ്മമ്മ ഒച്ചത്തിലാണ് സീരിയൽ വെക്കുക, ഒച്ചത്തില്. അതുകൊണ്ട് 9 മണിയാവാതെ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല, ഒരു സമാധാനം കിട്ടില്ല. ഒന്നെങ്കിൽ കരച്ചില്, ബഹളം, വഴക്ക്, തർക്കം. അത് സഹിക്കാൻ വയ്യാണ്ട് വീട്ടിലേക്ക് കയറില്ല ഞാൻ. ഒരു 9 മണിയാണ്ട് വീട്ടിൽ കയറില്ല. അത് അമ്മമ്മക്കാണെങ്കിൽ ആ വീട്ടിൽ പരമാധികാരവുമാണ്. സ്നേഹം കൊണ്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അധികാരമാണ്. നമ്മളൊന്നും മിണ്ടാതിരിക്കുന്ന ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാർ വെക്കില്ല. പക്ഷെ അങ്ങനെ പറയാൻ നമുക്ക് പറ്റില്ല. പുള്ളിക്കാരനോട് അത്രയും കടപ്പാടുണ്ട്, അത്രയും സ്നേഹമുണ്ട്, അത്രയും കരുതലുണ്ട്. അതുകൊണ്ട് അവരാണ് നമ്മളെ വീടിന്റെ ബോസ്. പുള്ളിക്കാരിക്ക് ഓർമ്മ ഇത്തിരി കുറവായതുകൊണ്ട് ഈ കഥാപാത്രങ്ങളൊക്കെ തമ്മിൽ ചിലപ്പോൾ മാറിപ്പോവും. അതായത് ഒരേ സീരിയലിൽ അഭിനയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, നടന്മാരുണ്ട്. അയാൾ കുറെ സീരിയലിൽ അഭിനയിക്കും. അപ്പൊ ഇയാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സീരിയലിൽ മരിക്കുന്ന കഥാപാത്രമായിരിക്കും. അപ്പൊ അമ്മമ്മക്ക് ഇതൊന്നും മനസ്സിലാവൂല. അമ്മ പറയും, അല്ല ഇവനല്ലേ കഴിഞ്ഞ ആഴ്ച മരിച്ചത്. അപ്പൊ ഇതൊക്കെ തമ്മിൽ മൊത്തം കൺഫ്യൂഷനാണ്. മാത്രമല്ല ഇവരുടെ എല്ലാ വേദനയും വഴക്കും അമ്മമ്മനെ ബാധിക്കും. ഇപ്പൊ അമ്മമ്മ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഭയങ്കര വിഷമമുള്ളൊരു ദിവസമാണ് അന്നെങ്കിൽ അന്ന് രാത്രി നമ്മളോടൊക്കെ ദേഷ്യമായിരിക്കും. കാരണം അത്ര സെൻസിറ്റീവാണ് പുള്ളിക്കാരി. അപ്പൊ ഇവരുടെ പെയിൻ, ഇവരുടെ പ്ലഷർ, ഇവരുടെ ആനന്ദമൊക്കെ അമ്മമ്മനെ എന്താവുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിങ്ങനെ കൊണ്ടൊന്ന് വെള്ളിയാഴ്ച നിർത്തും. അതൊരു വല്ലാത്ത നിർത്തലായിരിക്കും. ഭയങ്കര മ്യൂസിക്കോട് കൂടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം വന്നിട്ട് ഇങ്ങനെ വാതിലങ്ങോട്ട് തുറക്കുന്നു, എന്തോ കണ്ട് നെട്ടുന്നു, തുടരും. അമ്മമ്മ ഉണ്ടല്ലോ ദേഷ്യമൊക്കെ വന്നിട്ട് കാണിച്ചാൽ എന്താണ്, അതൊന്ന് കാണിച്ചാൽ എന്താണ്. പിന്നെ 2 ദിവസത്തേക്ക് അമ്മമ്മക്ക് ഉറപ്പുണ്ടാവില്ല. തിങ്കളാഴ്ച അവൻ കാത്തിരിക്കും, ഇതെന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നോക്കുമ്പോ ഒരു പൂച്ച വട്ട ഓടിയതായിരിക്കും വാതിലൊറന്ന കാണുന്ന കാഴ്ച, അത്ര ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മമ്മക്ക് 2 ദിവസം ഉറക്കമുണ്ടാവില്ല. അപ്പൊ ഇതിലെ എല്ലാം അമ്മമ്മേനെ എന്താവുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കാരണം എന്താണ്, അമ്മമ്മ അത്രയും ഇൻട്രസ്റ്റഡ് ആണ് അതില്. എന്റെ വീട്ടിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല. ഞാൻ ആ വീട്ടിലാണ് ജീവിക്കുന്നത്. എന്നെ ഈ സീരിയലിലെ വേദന ബാധിക്കുന്നില്ല, ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ ബാധിക്കുന്നില്ല, സന്തോഷിപ്പിക്കുന്ന ഭാഗങ്ങൾ ബാധിക്കുന്നില്ല. എന്നെ ഈ സീരിയലിലെ ഒന്നും ബാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എന്റെ ഈ അവസ്ഥയുടെ പേരാണ് മോക്ഷം. മനസ്സിലാവുന്നുണ്ടോ? The show is continuing, the entertainment is continuing, but I am not interested. This is called dispassion. Dispassion. വിരക്തിയല്ല, എന്ത്? ഡിസ്പാഷൻ. ഈ നമ്മൾക്കൊരു വിചാരമുണ്ട്, കുട്ടീനോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവണം സ്നേഹം ഉണ്ടെങ്കിലെന്ന്. സ്നേഹത്തിന്റെ കൂടെ അറ്റാച്ച്മെന്റ് വേണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു അറ്റാച്ച്മെന്റും ഇല്ലാണ്ട് നമുക്ക് സ്നേഹിക്കാം. അറ്റാച്ച്മെന്റ് ആണ് നമ്മളുടെ സ്വാതന്ത്ര്യം കളയുന്നത്. അറ്റാച്ച്മെന്റ് ആണ് നമ്മുടെ സന്തോഷം കളയുന്നത്. അറ്റാച്ച്മെന്റ് ആണ് നമ്മളെ പേടിപ്പിക്കുന്നത്. ഒരു അറ്റാച്ച്മെന്റും ഇല്ലാണ്ട് നമുക്ക് ആളുകളെ സ്നേഹിക്കാം. പക്ഷെ നമ്മളുടെ വിചാരം സ്നേഹം എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കണം, അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഈ ടോക്സിക് റിലേഷൻഷിപ്സ് എന്നൊക്കെ പറയും. ഇപ്പോ എന്താണ് ഈ ടോക്സിക് റിലേഷൻ? ആ റിലേഷൻഷിപ്പിൽ നിന്ന് എനിക്ക് വേദന മാത്രമേ കിട്ടുന്നുള്ളൂ, അത് ടോക്സിക് അല്ല കേട്ടോ. വേദന മാത്രം തരുന്ന ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യില്ല. 90% അയാൾ എനിക്ക് തരുന്നത് വേദന, ഇടയ്ക്ക് 10% സന്തോഷം തരും. ഇതിന്റെ പേരാണ് ടോക്സിക് റിലേഷൻ. മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ഇടയ്ക്ക് അയാൾ തരുന്ന സന്തോഷം കാരണം ഈ വേദന മുഴുവൻ സഹിക്കാൻ ഞാൻ തയ്യാറാവുകയാണ്. MT വാസുദേവൻ നായരുടെ ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഇത്രയും നിന്നെ തല്ലുന്ന ഒരാളുടെ കൂടെ നീ എന്തിനാ ഇങ്ങനെ ഭാര്യയായിട്ട് ജീവിക്കണേ? അതിന് ആ സ്ത്രീ പറയാണ്, തല്ലാൻ വേണ്ടിട്ടെങ്കിലും അയാൾ എന്നെ ഒന്ന് സ്പർശിക്കില്ലേ എന്ന്. അത് പണ്ടത്തെ കഥാപാത്രം. എം ടി കഴിഞ്ഞ കഥാപാത്രം കഴിഞ്ഞ് ഇന്നത്തെ കാലം കഴിഞ്ഞു. ആ കാലമൊക്കെ കഴിഞ്ഞു.
ആ കഥാപാത്രങ്ങളും ആ കാലമൊക്കെ കഴിഞ്ഞു. പക്ഷെ ടോക്സിക് റിലേഷൻഷിപ്പ് മീൻസ് വാട്ട്? നോട്ട് 100% പെയിൻ. ഒരു 10% എന്ത് തരുന്നുണ്ട്? ഒരു സന്തോഷം തന്നിട്ട് 90% പെയിൻ തരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അറ്റാച്ച്മെന്റ്. നമ്മുടെ വിചാരം അറ്റാച്ച്മെന്റ് ഇസ് ലവ് എന്നാണ്. നോ. ഫ്രീ ആയിട്ട് സ്നേഹിക്കാം ആളുകളെ, ഫ്രീ ആയിട്ട് ഈ ലോകം എൻജോയ് ചെയ്യാം. ഇപ്പൊ ഞാൻ കണ്ടില്ല ആ വീട്ടില് ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാ? ബിക്കോസ് ഞാൻ ആ സീരിയലിനോട്, അതുകൊണ്ട് ആ സീരിയലില് വേദന ഉണ്ടാവേ, മരണം ഉണ്ടാവേ, ഒളിച്ചോട്ടം ഉണ്ടാവേ, എനിക്കൊരു ക്യൂരിയോസിറ്റി ഇല്ല, എനിക്കൊരു പെയിനും ഇല്ല. ദ സീരിയൽ ഇസ് കണ്ടിന്യൂയിങ്, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. പക്ഷെ പാവം അമ്മമ്മ എന്തൊക്കെ അനുഭവിക്കുന്നു, സത്യല്ലേ? എന്തൊക്കെ അനുഭവിക്കുന്ന അമ്മമ്മ. ഉറക്കം പോകുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടാവുന്നു, ഒറ്റ കാരണം കൊണ്ടാണ്. എന്താണ്? ഷീസ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. ഇതാണ് അറ്റാച്ച്മെന്റും ഡിസ്പാഷനും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുണ്ടോ? അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ ജീവിക്കാൻ സാധിക്കണം. ഈ ലോകത്തില് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് ഇതിനോടൊന്നും അറ്റാച്ച്ഡ് ആവാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം, ഒരു സുഖം ഉണ്ടോ? അയാളോട് എനിക്ക് സ്നേഹമാണ്, അയാളെ കണ്ടില്ലെങ്കിൽ ഓക്കെ ഫൈൻ എന്ന് വെച്ചിട്ട് അയാൾ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല എന്നുള്ളൊരു അവസ്ഥയൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഓക്കെ. ഉണ്ടെങ്കിൽ ഗുഡ്, ഇല്ലെങ്കിൽ വെരി ഗുഡ്. അതാണ് ഫ്രീഡം. കാരണം നമ്മളൊരാളോട് അറ്റാച്ച്ഡ് ആയാൽ നമ്മളുടെ സമാധാനവും കളയും, നമ്മൾ അയാളുടെ സമാധാനവും കളയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പിന്നെ എപ്പോഴും നമ്മുടെ പുറകെ നടക്കുന്ന ഒരാളോട് നമുക്ക് ഒരിക്കലും ഒരു സ്നേഹം തോന്നേയില്ല. ശ്രദ്ധിച്ചിട്ടില്ലേ? കറക്റ്റ് അല്ലേ? അറ്റാച്ച്ഡ് ആവാതെ നിന്ന് സ്നേഹിക്കാൻ പഠിക്കണം. അറ്റാച്ച്ഡ് ആവാതെ എന്തിനോടും ഇടപെടാൻ പറ്റണം. ഒരു മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷിലാണ്. റിലേറ്റ്, 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 ബട്ട് ഡോണ്ട് മേക്ക് എ റിലേഷൻഷിപ്പ് എന്ന്. മനസ്സിലായോ? എന്താണ്? റിലേറ്റ്, 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 ബട്ട് ഡോണ്ട് മേക്ക് എ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് ഇസ് അറ്റാച്ച്മെന്റ്. റിലേറ്റ് ചെയ്യുക ആൾക്കാരായിട്ട്. റിലേറ്റ്, റിലേറ്റ് ടു എവ്രിബഡി. ഇഷ്ടമുള്ളവരോടൊക്കെ റിലേറ്റ് ചെയ്യും. ബട്ട് ഡോണ്ട് മേക്ക് എ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ബോണ്ടേജ്, ബന്ധനം തീർന്ന്. പിന്നെ കിളീനെ കൂട്ടിലാക്കി. പിന്നെ കിളി കൂട്ടിലാണ്. പിന്നെ കിളിക്ക് മോചനം ഇല്ല. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഓക്കെ, ഇനി നമുക്ക് മരണത്തിന്റെ രഹസ്യത്തിലേക്ക് ഒന്ന് വരാം. പൂർണ്ണമല്ല, കുറച്ച് കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ വരികയാണ്. നമ്മളുടെ ശരീരത്തെ 5 ലെയേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ശ്രദ്ധിക്കണം. എന്താണ്? നമ്മുടെ ശരീരത്തെ 5 ലെയേഴ്സ് ആയിട്ട്. അതിന് കോശങ്ങൾ എന്ന് പറയും. ഈ ഫിസിക്കൽ ബോഡിയെ അന്നമയ കോശ എന്നാണ് പറയുന്നത്. എന്താണ്? അന്നമയ കോശ. ഫിസിക്കൽ ബോഡി. അന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണം. ദിസ് ഇസ് ഫുഡ് ബോഡി എന്നാ പറയുന്നത്. അതായത് ഭക്ഷണം കഴിച്ചുണ്ടാക്കിയ വസ്തുവാണ് എന്ത്? ഈ കാണുന്ന ശരീരം, ഫുഡ് ബോഡി. ഇതൊന്നും കഴിക്കാതിരുന്നാൽ ഈ ശരീരം കുറയും. തീരെ കഴിക്കാതിരുന്നാൽ ഈ ശരീരം ഇല്ലാതെയാവും. സോ ദിസ് ഇസ് വാട്ട്? അന്നമയ കോശ. നമ്മൾ ബ്രീത് ചെയ്യുന്നുണ്ട് അല്ലേ? ബ്രീത് ചെയ്യുന്നുണ്ട്. അതൊരു വേറെ ലെയറാണ്. അതിനെയാണ് പറയുന്നത് പ്രാണമയ കോശ. എന്താണ്? പ്രാണമയ കോശ. പിന്നെ നമ്മളുടെ മൈൻഡ് ഉണ്ട്. ആ മൈൻഡിനെയാണ് പറയുന്നത് മനോമയ കോശ. ക്ലിയർ? ഈ മനസ്സൻ ഓരോ എക്സ്പീരിയൻസുകൾ ഉണ്ടാക്കും. ഇപ്പൊ ഞാൻ ഇവിടെ വന്നു, എനിക്കിതൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല എക്സ്പീരിയൻസ്. മനസ്സ് ചിലപ്പോൾ മോശം എക്സ്പീരിയൻസിലൂടെ കടന്നു പോകും. ഈ എക്സ്പീരിയൻസ് നമ്മൾക്ക്
ഇംപ്രഷനായിട്ട് മാറും. അതിന് വാസന എന്നാണ് പറയുന്നത് സംസ്കൃതത്തില്. ആ ഇംപ്രഷൻ ഒരു ലെയർ ഉണ്ടാക്കും. ആ ലെയറിനെയാണ് പറയുന്നത് വിജ്ഞാനമയ കോശ. എന്താണ് വിജ്ഞാനമയ കോശ? അതായത് നമ്മളുടെ ഇന്റലിജൻസും നമ്മളുടെ മെമ്മറിയും നമ്മളുടെ ഈഗോയും ഒക്കെ കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ലെയർ. ഈ ലെയറിന്റെ പേരാണ് എന്ത്? വിജ്ഞാനമയ കോശ. ക്ലിയർ? ഇതിന്റെയൊക്കെ അറ്റത്ത് നിൽക്കുന്ന നമുക്ക് വളരെ അപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ സ്പിരിറ്റ്, ആത്മാവ് എന്നൊക്കെ പറയുന്ന ആനന്ദമയ കോശ, ബ്ലിസ് ബോഡി എന്ന് പറയും. എന്താണ്? ആനന്ദമയ കോശ. ക്ലിയർ? ക്ലിയർ? അപ്പൊ എന്തൊക്കെയാണ്? അന്നമയ കോശ, പ്രാണമയ കോശ, മനോമയ കോശ ആൻഡ് വിജ്ഞാനമയ കോശ, ആനന്ദമയ കോശ. 5 ലെയേഴ്സ്. മരണം സംഭവിക്കുമ്പോൾ 2 ലെയേഴ്സ് സ്പോട്ടില് പോകും. എന്തൊക്കെയാണ്? അന്നമയ കോശ ആൻഡ് പ്രാണമയ കോശ സ്പോട്ടിൽ പോയി. അത് ഉപേക്ഷിക്കപ്പെട്ടു. അത് ഉപേക്ഷിക്കപ്പെട്ടു. 3 ലെയർ കണ്ടിന്യൂ ചെയ്യും. എന്തൊക്കെയാണ്? മനോമയ കോശ, വിജ്ഞാനമയ കോശ ആൻഡ് ആനന്ദമയ കോശ. മനോമയം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് എനർജിയാണ്. മൈൻഡ് എനർജി ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വെൻ യു ഫീൽ ഹാപ്പി യു ഫീൽ ആൻ എക്സ്പാൻഷൻ. അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണ? നമ്മൾ സന്തോഷിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തോന്ന് വികസിക്കുന്നുണ്ട്. അല്ലേ? കറക്റ്റ് അല്ലേ? അത് മൈൻഡ് എനർജി ആയതുകൊണ്ടാണ് അത് വികസിക്കുന്നത്. ആൻഡ് വെൻ യു ഫീൽ എന്താ പറയാ ഡിസ്റ്റർബ്ഡ്, നമുക്ക് ഭയം തോന്നുന്നു, ഫിയർ തോന്നുന്നു, ഭീതി തോന്നുന്നു, അപ്പൊ ഒരു കോൺട്രാക്ഷൻ ഫീൽ ചെയ്യും. അല്ലേ? കറക്റ്റ് അല്ലേ? സത്യമല്ലേ? ആണോ? അല്ലേ? അത് മൈൻഡ് എനർജി ആയതുകൊണ്ടാണ്. മൈൻഡിന് ഭയം വരുമ്പോൾ, മൈൻഡിൽ സങ്കടം വരുമ്പോൾ, മൈൻഡിന് വിഷമം തോന്നുമ്പോൾ ആ എനർജി എന്താവുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. മൈൻഡിലേക്ക് ആനന്ദം വരുമ്പോൾ ആ എനർജി എന്താവുന്നു? വികസിക്കുന്നു. എനർജിയാണ് മൈൻഡ്. Energy is neither created nor destroyed. Energy can only transform into one form or another. Science. അപ്പൊ മൈൻഡ് എന്ന എനർജി എന്താവണില്ല? നശിക്കുന്നില്ല. വിജ്ഞാനം അതും എനർജിയാണ്. ആൻഡ് ദ ബ്ലിസ് ബോഡി അതും സ്പിരിറ്റും എന്താണ്? എനർജിയാണ്. ഈ 3 എനർജിയും ഒരൊറ്റ കമ്പാർട്ട്മെന്റിലാണ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. അതായത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് വെറും ആത്മാവ് മാത്രമല്ല, അതിന്റെ കൂടെ എന്തും കൂടി പോകുന്നുണ്ട്. കഠോപനിഷത്ത് പറയുന്നത് അതിന്റെ കൂടെ എന്തും കൂടി പോകുന്നുണ്ട്? നമ്മുടെ മൈൻഡ് എന്ന എനർജിയും പോകുന്നുണ്ട്, നമ്മളുടെ മെമ്മറി എന്ന എനർജിയും പോകുന്നുണ്ട്. ഇത് നാളെ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. കുറച്ചും കൂടി ലോജിക്കലി ഞാൻ ക്ലിയർ ചെയ്യാം. വെറുതെ അങ്ങോട്ട് കഥ അടിച്ചു പോവല്ല, ലോജിക്കലി ക്ലിയർ ചെയ്യാം. അപ്പൊ ഇതിങ്ങനെ വിട്ടുപോകുന്നു. എങ്ങനെ? മൈൻഡ് ആൻഡ് ഇംപ്രഷൻസ്, വിജ്ഞാനമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോ ശരീരവും പ്രാണനും ഉപേക്ഷിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? മരണം എന്ന് പറയുന്നു. ഇത് 3ഉം കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും വീണ്ടും ജനിക്കും പോകും, ജനിക്കും പോകും, ജനിക്കും പോകും, ജനിക്കും. ഓരോ ജനനത്തിലും ഈ ഇംപ്രഷൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം, വെറുപ്പ്, ആഗ്രഹം, വെറുപ്പ്, ഇതാണ് ഇംപ്രഷൻ. ഇത് കുറച്ച് കുറച്ച്, അതായത് ഓരോ ബേർത്തും ഇറ്റ് ഇസ് ലൈക്ക് എ വാഷിംഗ് മെഷീൻ എന്നാ പറയണ ഗുരുജി. ഇവിടെ നമ്മൾ വരുന്നത് ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് പോകാനാണ്. ഓരോ ചാൻസിലും നമുക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവിടെ ജനിക്കുമ്പോൾ ഈ വെറുപ്പ്, ഈ സങ്കടം, ഈ ഇംപ്രഷൻ, ആഗ്രഹം, അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇതിനെ ഇവിടെ നിന്ന് കഴുകിയിട്ട് അങ്ങോട്ട് പോകണം. ഒരു ചായ വേണം, ചായ ചായ ചായ, കണ്ടല്ലോ ചില ആൾക്കാർ. രാവിലെ പത്രം വേണം, പത്രം. അപ്പോ ഇന്ന് മുതൽ തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ന് മുതൽ ചായ കുടിക്കില്ല എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ചായയിൽ നിന്ന് മോക്ഷം. ഇന്ന് മുതൽ എനിക്ക് മദ്യം വേണ്ട, മദ്യത്തിൽ നിന്ന് മോക്ഷം. ഇന്ന് മുതൽ എനിക്ക് ചിക്കൻ ബിരിയാണി വേണ്ട, ചിക്കൻ ബിരിയാണിയിൽ നിന്ന് മോക്ഷം.
ഇങ്ങനെ ഓരോന്നിൽ നിന്നും മോക്ഷം എടുത്ത് ഇനി ആഗ്രഹിക്കാനൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് മോക്ഷം. മനസ്സിലാവുണ്ടോ? അപ്പോ ഇത് ഓരോ തവണ ഈ സാധനം തിരിച്ചു വരും. എന്ത്? മനോമയ കോശ, വിജ്ഞാനമയ കോശ, വിത്ത് വാട്ട്? അലോങ് വിത്ത് ആനന്ദമയ കോശ. വലിയ സബ്ജക്റ്റ് ഞാൻ നാളെ ക്ലിയർ ആക്കാട്ടോ. പ്രാണമയ കോശ ആൻഡ് അന്നമയ കോശ ഡ്രോപ്പിംഗ് ഇസ് കോൾഡ് ഡെത്ത്. മനോമയ കോശ, വിജ്ഞാനമയ ഡ്രോപ്പിംഗ് ഇസ് കോൾഡ് ലിബറേഷൻ, മോക്ഷം. മനസ്സിലായോ? ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആൻഡ് വാട്ട് remains is what? Anandamaya kosha, the bliss body. ഒരാൾക്ക് മരണം 2 തവണ സംഭവിക്കുന്നു എന്ന് പറയണേ. ഒന്ന് ഈ ഫിസിക്കൽ ബോഡിയുടെ മരണം, രണ്ടാമത്തെ മരണമാണ് മോക്ഷം. മനസ്സിലായോ? അപ്പൊ മരണം ആക്ച്വലി ഭയങ്കര സുഖമുള്ളൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ ആത്മഹത്യ ചെയ്താൽ എന്താ സംഭവിക്കുക? എന്നാ പിന്നെ കൂടെ ആത്മഹത്യ ചെയ്താൽ പോരെ? ആത്മഹത്യ ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഞെട്ടിക്കുന്നൊരു കാര്യം കേട്ടോളൂ. മൈൻഡ് വിൽ റിമെയിൻ ആസ് ഇറ്റ് ഇസ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോ ബോഡി ഉണ്ടെങ്കിലുള്ളൊരു ഗുണം എന്താണ്? ഞാൻ വിഷമിക്കുന്നു, എൻ്റെ മനസ്സാണല്ലോ വിഷമിക്കണേ, ഞാൻ വിഷമിക്കുന്നു. ബോഡി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. ബോഡി ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പോയിട്ട് ധ്യാനിക്കാം. ഇതൊന്നില്ലെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ എനിക്കൊരു ഡ്രൈവിന് പോവാം. ഇതൊന്നില്ലെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ഒരു ബീച്ചിൽ പോയിട്ട് ഇരിക്കാം. ഇനി ഒന്നില്ലെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ എനിക്ക് പോയിട്ട് ഒരു സിനിമ കാണാം. അപ്പൊ എൻ്റെ മൈൻഡിന്റെ അവസ്ഥ മാറ്റാൻ ബോഡി ഉണ്ടെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും ചെയ്യാം. ആത്മഹത്യ ചെയ്യുന്നു, ബോഡി പോയി. മൈൻഡിന്റെ ഡിപ്രഷനും സങ്കടവും അതുപോലെ തന്നെ അവശേഷിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അടുത്ത ശരീരം കിട്ടുന്നത് വരെ എന്നിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതെത്ര ഭീകരാവസ്ഥയായിരിക്കും. ഒന്ന് പ്രാണായാമം ചെയ്യാന്ന് വെച്ചാൽ എന്തില്ല? ശരീരമില്ല. ആ TOKയിൽ പോയിട്ടൊരു സത്സംഗം അറ്റൻഡ് ചെയ്യാന്ന് വെച്ചാല് ശരീരമില്ല. ഞായറാഴ്ച ഫോളോ അപ്പിന് പോയിട്ടൊരു സമാധാനം കിട്ടണമെങ്കിൽ എന്തില്ല? ശരീരമില്ല. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചാല് ശരീരമില്ല. മനസ്സതേപോലെ നിൽക്കും. Mind will continue as it is. Because mind is energy. അത് വേറൊരു ലെവലിലായിരിക്കും. അത് പറയാം, നാളെ പറയാം. കുറച്ചൊരു ഇങ്ങനെ നിൽക്കുന്ന പോലെ ആയിരിക്കില്ല മൈൻഡ് നിൽക്കുന്നത്. അത് വേറൊരു ലെവലിലായിരിക്കും. മനസ്സിലായോ? നാളെ നമ്മള് ഒരു രാജരഹസ്യം പറയാൻ പോകണം കേട്ടോ. അത് ഗ്യാരണ്ടിയാണ്. നാളെ തന്നെ പറയും, പേടിക്കണ്ട, വലിച്ചു നീട്ടില്ല. രാജരഹസ്യം, റോയൽ സീക്രട്ട്. അത് യമദേവൻ പറയാൻ പോകുന്ന രഹസ്യമല്ല, വേറൊരു രഹസ്യം, രാജരഹസ്യം. അപൂർവം ഭാഗ്യമുള്ളവർക്ക് അത് കേൾക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഉറപ്പൊന്നുമില്ല നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുമോ നാളെ എന്ന്. കാരണം ചിലപ്പോൾ തടസ്സങ്ങൾ വരാം. കാരണം പലർക്കും അത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടാറില്ല. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. രാജരഹസ്യം കേൾക്കാൻ പോവാ നിങ്ങൾ. ദ റോയൽ സീക്രട്ട് നാളെ. പിന്നെ മൂന്നാമത്തെ വരത്തിനുള്ള മറുപടി നാളെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി
അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. കണ്ടു കണ്ടോണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. കണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ തന്നിലേറ്റി നടത്തുന്നതും ഭവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഇന്നലെയോളമെന്തെന്നറിഞ്ഞില്ല ഇനി നാളെയോമെന്തെന്നറിയില്ല. ഇനി കണ്ട തടിക്കു വിനാശവും നീരമതേതും അറിയില്ല. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, സങ്കല്പെടുക്കാം. നട്ടിൽ നിവർന്നിരിക്കട്ടെ. Head straight and keep a smile on your face. മുഖത്തൊരു പുഞ്ചിരി. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളും ശ്രദ്ധിച്ചിരിക്കാം. മഴ പെയ്യുന്ന ശബ്ദം, ഫാൻ കറങ്ങുന്ന ശബ്ദം. Become aware of all the noises around you. Take a long deep breath in and breathe out. Become aware of your body. നിങ്ങളുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം.
Your body is a precious gift, a beautiful instrument given to you by nature or God. Honor your body, respect your body, love your body very dearly. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഈ പ്രകൃതിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായ സമ്മാനമാണ്. അതിനെ ആദരിക്കൂ, അതിനെ ബഹുമാനിക്കൂ. അതിനെ ഏറ്റവും പ്രിയപ്പെട്ടതായി കണക്കാക്കി സ്നേഹിക്കൂ. മറ്റൊരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. And become aware of your mind. Become aware of your thoughts. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഓരോ ചിന്തകളും ശ്രദ്ധിച്ചിരിക്കൂ. നല്ല ചിന്തകളാവട്ടെ, മോശം ചിന്തകളാവട്ടെ, എല്ലാ ചിന്തകളെയും ശ്രദ്ധിച്ചിരിക്കൂ. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, പുറത്തേക്ക് വിടാം. Now become aware of your feelings and emotions. നിങ്ങളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ ശ്രദ്ധിക്കൂ. Become aware of your feelings. Become aware of your emotions. You are joy and you are peace. നിങ്ങൾ ആനന്ദമാണ്, നിങ്ങൾ ശാന്തിയാണ്. You are peace. You are joy. Just imagine that you are a fountain of happiness. സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ജലധാരയാണ് നിങ്ങൾ.
असतो मां सद्गमय तमसो मां ज्योतिर्गमय मृत्योर्माम् अमृतंगमय ॐ शान्ति शान्ति शान्तिः. ശരീരത്തിലേക്കും ചുറ്റുപാടിലേക്കും ശ്രദ്ധ കൊണ്ടുവരാം. മുഖത്ത് വലിയൊരു പുഞ്ചിരിയോടുകൂടി, with a big smile in your face, slowly, gradually, you may open your eyes. ജയ് ഗുരുദേവ്. എങ്ങനെയുണ്ടായിരുന്നു? ഗുഡ്. ശ്രദ്ധിക്കാൻ ഒന്ന് രണ്ട് കാര്യം. മഹാവാക്യമാണ് നമ്മൾ നാളെ കേൾക്കാൻ പോകുന്നത്. അത് നാളെ തന്നെ പറയും കേട്ടോ, ഉറപ്പായിട്ടും. മഹാവാക്യം, ദ റോയൽ സീക്രട്ട്. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക്, അപൂർവ ആൾക്കാർക്ക് അത് കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, കഠോപനിഷത്ത് പറയുന്നത്. ശങ്കരാചാര്യർ ഏറ്റവും പ്രധാന 10 ഉപനിഷത്തുകളിൽ ഒന്നായി കണക്കാക്കുന്നു. വിവേകാനന്ദന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്ത്. ഓരോരുത്തർക്കും ഓരോ ഉപനിഷത്തുകൾ പ്രിയപ്പെട്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഉപനിഷത്തായിരുന്നു ഈശാവാസ്യ ഉപനിഷത്ത്. അപ്പൊ അതില് ഈ പറയാൻ പോകുന്ന റോയൽ സീക്രട്ട് ഒരു ഗംഭീര സംഭവമാണ്. നാളെ നമുക്കത് കേൾക്കാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഭഗവത്ഗീതയില് 7-ാം അധ്യായം 3-ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, കോടിക്കണക്കിന് ആൾക്കാരുണ്ട് ഈ ഭൂമിയിൽ, കോടിക്കണക്കിന് ആൾക്കാർ ഭൂമിയിൽ ജീവിക്കുന്നു. അതിൽ അപൂർവം ആൾക്കാരെ, കുറച്ചാൾക്കാരെ, ആയിരക്കണക്കിന് ആൾക്കാരോ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് മാത്രമേ ആത്മീയതയിലോട് താല്പര്യം വരുന്നുള്ളൂ, സ്പിരിച്വാലിറ്റിനോട് ഇൻട്രസ്റ്റ് വരുന്നുള്ളൂ, ആത്മീയതയോട് താല്പര്യം വരുന്നുള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളൂ. എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക? അതെനിക്കൊരു അത്ഭുതമാണെന്നാണ് ആര് പറയുന്നത്? ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. ഇവിടെ നചികേതസിനെ യമൻ വിളിക്കുകയാണ് കസ്മിത് ധീര എന്ന്. എന്തെന്ന്? കസ്മിത് ധീര. അതായത് ഈ ലോകത്ത് ഒന്നും ബാധിക്കാതെ ആനന്ദത്തിൽ ജീവിക്കുന്നവനെ നീ ഒരു ധീരനാണ്. കസ്മിത് ധീര. So dispassionate and at the same time enjoying this world. You are so brave. ഒരു ടെംപ്റ്റേഷനിലും വീഴാത്തവനെ. കസ്മിത് ധീര. നമ്മളുടെ ഇടയിൽ ഉണ്ടാവും അങ്ങനത്തെ ആൾക്കാർ. നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് കസ്മിത് ധീരെന്ന്, നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനായി മാറാൻ സാധിക്കട്ടെ. നാരായണ നാരായണ ജയ